ചേട്ടത്തിയെ, ചേട്ടത്തി, ചേട്ടത്തി ഇവിടെ ഇല്ലായിരിക്കൂ. ചേട്ടത്തി കണ്ടിട്ട് എന്താ വേണ്ടത്? അല്ല, മേരിക്കുട്ടി ഇവിടെ ഉണ്ടായിരുന്നു. മേരിക്കുട്ടി അല്ലല്ലോ കാണേണ്ടത്, ചേട്ടത്തിയല്ലേ? ചേട്ടത്തി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ പാലങ്ങ് കൊടുത്തേക്കാമെന്ന് കരുതി. പാലിന് ഞാൻ വരില്ലേ? മേരിക്കുട്ടി കണ്ടില്ല, അതുകൊണ്ട് പാലും കൊണ്ട് ഞാനിങ്ങ് പോന്നു. ഇത്ര നേരം എവിടെയാ പോയിരുന്നേ? പറയാൻ മനസ്സില്ല. എന്നാ പാലും തരാൻ മനസ്സില്ല. ഞാൻ ഈ പൗലോച്ചോട് മിണ്ടത്തുമില്ല. അതെന്താ? ഇന്ന് എഴുന്നേറ്റ് എടുത്തൂടാ? ഞാൻ ഇന്നലെ എത്ര നേരം കാത്തിരുന്നു. ഓ, അതാണല്ലേ. ഇന്നലെ ഒരു പെരകൂതാശം ഉണ്ടായിരുന്നു. അച്ഛൻ വിളിച്ചാ പോകാതിരിക്കാൻ പറ്റൂ? എന്നാൽ അക്കാര്യം അറിയണ്ടേ? പൗലോച്ചനും വരുമെന്ന് പറഞ്ഞു. ഇന്നലെ കൂതാശ, ഇന്നോ? വല്ല മാമോദിസയും വന്നുകൂടുന്നില്ല. ഇന്നും കൂടി വരാതിരുന്ന ഞാൻ ഇനി ഒരിക്കലും മിണ്ടൂല്ല. മേരിക്കുട്ടിയുടെ അമ്മ എനിക്ക് പേടിയാ. അതൊന്നും സാരമില്ല, ഇനി വന്നാ മതി. ഞാനൊരു കൂട്ടം എടുത്തു വെച്ചിട്ടുണ്ട്. എന്താ അത്? വൈകുന്നേരം വാ, അപ്പൊ കാണാം. അമ്മ പള്ളി തിരിയെത്തിക്കാൻ പോകുന്ന വന്നാ മതി, ഞാൻ കാത്തിരിക്കും. അത് കൊള്ളാമല്ലോ പൗലോച്ച. ഇത് നമുക്ക് പറ്റിയ പണിയല്ല. മേരിക്കുട്ടി പാലിന് വന്നു വന്ന് പൗലോച്ചൻ പാലുമായിട്ട് ഇങ്ങോട്ട്. പല്ലച്ചൻ അവിടെ കിടന്ന് പൗലോച്ച പൗലോച്ച പൗലോച്ചൻ അവിടെ കിടക്കുന്നു. അയ്യോ, വല്യച്ഛൻ വഴക്ക് പറയും. പാല് പിടിച്ചോ, ഞാൻ പോട്ടെ. ഒറ്റോ മേരിക്കുട്ടി. അങ്ങോട്ട് പോണ്ട, അങ്ങോട്ട് പോണ്ടി, അങ്ങോട്ട് പോണ്ടി. കുഴപ്പമാണ്, അവിടെ അമ്മ വരുന്നുണ്ടെന്ന്. ആടെ വരുന്നു. അയ്യോ, നമ്മളിനി എന്ത് ചെയ്യും? എന്ത് ചെയ്യും? എടി മേരിക്കുട്ടി, എടി മേരിക്കുട്ടി, എന്തേ? നിന്റെ അമ്മ ആടെ വരുന്നു. ആ കുരിശ്. പൗലോച്ചനകത്തേക്ക് കയറിച്ചോ, അമ്മ എന്നെ കൊല്ലും. അയ്യോ, ഞാനില്ല, എനിക്ക് പേടിയകത്തേക്ക് വരാൻ. ഇപ്പൊ വന്നു പറഞ്ഞാൽ മതി. അയ്യോ, ഞാൻ നുണ പറയൂല, വല്യച്ഛനുണ്ട് വഴക്ക് പറയും. എന്നാൽ നീ സത്യം പറഞ്ഞാൽ മതി. എടി മേരിക്കുട്ടിയെ, നിങ്ങൾ കോഴിക്കോട് എവിടെയാ? ഞാൻ അങ്ങോട്ട് കയറിക്കോളാം. അല്ല, ഇതാരാണ് പൗലോസ? നീ ഇതപ്പോ വന്ന്? ഞങ്ങൾ വന്നിട്ട് ഇപ്പൊ ആദ്യ പ്രസംഗി നിന്നോട് ആരെങ്കിലും ചോദിച്ചാ? ഞാൻ പറയാൻ രസിച്ചെടുത്തി. ആരും പറയണ്ട. അല്ല പൗലോസേ, ഞാനിവിടെ നിന്ന് നിനക്കെങ്ങനെ അറിയാം? ഞാനിവിടെ ഇല്ലാത്ത നേരത്താണല്ലോ നിന്റെ ഒരു 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 വരവ്. ഞാൻ പാലും കൊണ്ട് വന്നതാ. പാലുമായി പൗലോസും മേലാൽ ഇവിടെ വരരുത്. പറഞ്ഞാൽ മനസ്സിലായോ? ആണും തൂണും ഇല്ലാത്ത ഒരു വീട്ടില് പ്രായമായ ഒരു പെങ്കൊച്ചു മാത്രം ഉള്ളപ്പോ കൊച്ചു വർത്താനം പറയാൻ വന്നിരിക്കുന്നു. ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ. ത്രേസ്യയുടെ വീട്ടിൽ വന്ന് നിനക്ക് ഒരു തെറ്റും ചെയ്യാൻ ഒക്കത്തില്ലടാ. വെട്ടി നുറുക്കിക്കളെ. അമ്മേ, പൗലോസ് കേറിപ്പൊടിയാത്ത്. അവൾ ഒരു സാക്ഷി പറയാൻ വന്നിരിക്കുന്നു. ആ പൗലോസ് പോ, ആ പോ പൗലോസേ. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ. എടി എടി എടി, എന്തിനവളെ എന്ത് പറഞ്ഞു ചാടി? നീ ആരാടിയവൻ? നിന്റെ എങ്ങാണ്ടോന്നോ തെണ്ടിത്തിരിഞ്ഞ് വന്നവൻ. ഇന്നോടത് വെച്ച് കെട്ടിക്കോണം. ഞാൻ എന്ത് ചെയ്യുന്ന അമ്മ പറയുന്നത്? നീയേ പ്രായമായ പെണ്ണ, പണ്ടൊക്കെ കൂട്ടം കൂടി നടന്നെന്നും പറഞ്ഞ് ഇനി അതൊക്കെ അങ്ങ് നിർത്തിയേക്കണം. ഒരു വേണ്ടാത്തതും പറയാത്ത ആളാ പൗലോച്ചൻ. എനിക്കിഷ്ടമാ. ആഹാ, നിനക്ക് ഇഷ്ടമല്ലേടി? അധിക പ്രസംഗം പറഞ്ഞാലുണ്ടല്ലോ ചട്ടം പഴിപ്പിച്ച് തുടക്കി വെച്ചുകളി. എടി പിഴച്ചവളെ, നിനക്ക് ഇഷ്ടം തോന്നാൻ അവനെ മാത്രമേ കിട്ടിയുള്ളല്ലേ? പൗലോച്ചൻ എന്താ ഒരു കുറവ്? നീ എന്ത് വിചാരിച്ചിട്ടാടി തുടങ്ങിയിരിക്കുന്നത്? ആ കറിയാ നീയെന്ന് വെച്ചാ ചാ നടക്കുക. അവന് ചത്തോട്ടെ, കുടിച്ചും തമ്മിൽ തന്നെ നടക്കണമെന്നല്ലേ? എനിക്ക് വേണ്ട. എടി, നിന്നെ ആർക്ക് കെട്ടിച്ചു കൊടുക്കണമെന്ന് എനിക്കറിയാവടി. മേലാരത്തിന്റെ കൂടെ കണ്ടുപോകരുത് നിന്നെ. ഇനി പാല് മേടിക്കാനെന്നും പറഞ്ഞ് അങ്ങോട്ട് പോയാലുണ്ടല്ലോ കാലിന്റെ മുട്ടിയാൻ തല്ലി ഒടിച്ചു വിളി. പറഞ്ഞില്ലെന്ന് വേണ്ട. അല്ലേ, അവക്ക് മോഹിക്കാൻ കണ്ട ഒരാളെ. ഡീ, പുളിമുട്ടിലെ കറിയായുണ്ടല്ലോ കിരീടം വയ്ക്കാത്ത രാജാവ്. എന്റെ കർത്താവേ, ആ കൊച്ചനെങ്ങാനും ഇത് അറിഞ്ഞാലുണ്ടല്ലോ പൗലോസിനെ അവലോസ് വഴിയാക്കി കളയവൻ.
നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല അവിടെ പോകരുതെന്ന്. എവിടെ നിന്നോട് ചോദിച്ചടാ? ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് മേരിക്കുട്ടിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അവൾ നിന്റെ ആരടാ? അവൾ നിന്റെ ആരാ? മണവാട്ടിയോ? ചോദിച്ചു കേട്ടില്ലേ? കേട്ടു. മേരിക്കുട്ടി നിന്റെ ചോദിക്കാൻ നീ ആരടാ? പൗലോസ് കുട്ടിയോടെ പോകരുതെന്ന് പറയാൻ നിനക്കെന്താ അവകാശം? അതിനുള്ള അവകാശം ഇപ്പൊ എനിക്കുണ്ട്. നിനക്കവിടെ കെട്ടിച്ചെന്നിട്ടൊന്നുമില്ലല്ലോ. നിനക്കിവിടെ എന്ത് കാര്യം? നിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചോ? പൗലോസ് കുട്ടിയെ നീ തല്ലുന്നത് ഒന്ന് കാണാമെന്ന് കരുതി വന്നതാ. എന്നാ പൗലോസ് കുട്ടിയെ വേണ്ട, നിന്നെ അയക്കണം. നിന്റെ കട്ടകാലത്തിൽ അയ്യോ അല്ലിപ്പെരുമാന്റെ വെടിക്കെട്ട് കൊണ്ടിരിക്കുന്നു അവന്റെ പ്രയോഗം. ഇതുകൊണ്ടൊന്നും തീർന്നെന്ന് വിചാരിക്കേണ്ടത് നീയും കരുതിക്കോടാ. ആ അമ്മേ പൗലോസേനെ അടിക്കല്ലേ, പൗലോസേനെ അടിക്കല്ലേ, അമ്മേ പൗലോസേനെ അടിക്കല്ലേ, പൗലോസേനെ അടിക്കല്ലേ അമ്മേ. കല്യാണിച്ചി നിന്നെ പുറക്കത്തിൽ ആ കഴിവുകളുടെ വിചാരം തന്നെയല്ലേ? കാരണം അറിയണേ മര്യാദക്ക് അവിടെ ഒരു പൗലോസായൻ. പൗലോസും മേരിക്കുട്ടിയും കുട്ടിക്കാലം മുതലേ ഒന്നിച്ച് കളിച്ചു വന്നവരല്ലേ? പ്രായമായപ്പോഴും അവർ കാണുകയും വർത്തമാനം പറയുകയൊക്കെ ചെയ്യുന്നു. അതൊരു കുറ്റമായി കണക്കാക്കാൻ ഒക്കൂ? അച്ഛോ, അച്ഛൻ ഇതൊക്കെ നിസ്സാരമാ. അവളെ കണ്ട് അലവലാതിക്ക് കൊടുക്കാൻ എനിക്കിഷ്ടമല്ല. അങ്ങനെ വേണമെന്ന് ആര് പറഞ്ഞു? അച്ഛോ, പൗലോസിനെ അച്ഛൻ പറഞ്ഞു നിർത്തണം. അവന് കുടുംബമുണ്ടോ? അപ്പനമ്മമാരാരാണെന്ന് ആർക്കെങ്കിലും അറിയാവോ? രജമേ, നമ്മളെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. കുടുംബമഹിമയും വലിപ്പച്ചെറുപ്പും എല്ലാം ഉണ്ടാക്കുന്നത് നമ്മളല്ലേ? എന്തെല്ലാം പറഞ്ഞാലും കളപ്പരയ്ക്ക് തോമയുടെ മോളെ ഒരു അനാഥ ചെറുക്കന് ഞാൻ കൊടുക്കുകയല്ല അച്ഛോ. ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല. പക്ഷെ ഒരു കാര്യം മറക്കരുത്, പൗലോസിനെ ഞാനാണ് വളർത്തുന്നത്. അച്ഛൻ എനിക്കൊരു ഉപകാരം ചെയ്തു തന്നാ മതി. പൗലോസിനും മേരിക്കുട്ടിയും തമ്മിൽ ഇനി കാണരുതെന്ന് പറയണം. പുളിമുട്ടിലെ കറിയാച്ചനെ സ്വത്തൊന്നും കൂടാതെ തന്നെ അവളെ കെട്ടിക്കോളാമെന്ന് സമ്മതിച്ചിരിക്കുക. ഓ, അങ്ങനെയാണോ? വിഷമിക്കണ്ട, ഞാൻ പൗലോസിനോട് പറയാം. പ്രസിപ്പിക്കൂ. അങ്ങനെ വല്ലതും ഉണ്ടായാൽ? ഇല്ലെന്നല്ലേ പറഞ്ഞത്? പൗലോസ് കുട്ടി, എന്തോ? പൗലോസ് മേലാൽ ത്രേസ്യയുടെ മകളെ കാണരുത്, സംസാരിക്കരുത്. മോനെ, അച്ഛന് നിന്നെക്കുറിച്ച് ഏറെ പ്രതീക്ഷകളുണ്ട്. ഞങ്ങൾ തമ്മിൽ എല്ലാം എനിക്കറിയാം. മോനെ, മനുഷ്യരുടെ വായ മൂടിക്കെട്ടാൻ നമുക്കാവൂ?
സ്നേഹം ദൈവീകമാണ്. അങ്ങനെ കാണുകയും വേണം. പണത്തെയും പദവിയെയും സ്ഥാനമാനങ്ങളെയുമാണ് ഇവിടെ മനുഷ്യൻ സ്നേഹിക്കുന്നത്, മനുഷ്യനെയല്ല. പൗലോസ് ഒരാളെ മാത്രം സ്നേഹിക്കേണ്ടവനല്ല. അച്ചു, മേരിക്കുട്ടിക്ക് എന്നോട് നീ എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കുക. പ്രതിഫലം ഇച്ഛിക്കാതെ സ്നേഹിക്കുക. സമസൃഷ്ടികളെയെല്ലാം ഒരുപോലെ സ്നേഹിക്കാൻ കഴിവുള്ള മനസ്സിന്റെ ഉടമയ്ക്കാണ് സ്വർഗരാജ്യത്തിന് അർഹത. എനിക്കൊരു ജീവിതം തന്ന അച്ഛനാണ്. അച്ഛൻ പറയുന്നത് അനുസരിക്കാൻ ഞാൻ കടപ്പെട്ടവനാണ്. നിനക്ക് നല്ലത് വരും. നീ എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്നവനാവും. എന്നെ കെട്ടിക്കൊണ്ട് വന്നിട്ട് എന്നെങ്കിലും ഒരു 4 ചക്രം കൊണ്ടുവന്ന് ഇന്നാടി ഏലിയാമേ പിടിച്ചോ എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടോ? ആണായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ പണത്തിന് എവിടെ പോകുന്നുണ്ട്? നേരത്തെ കൂട്ടി കുത്തിപ്പൊളിക്കണോ? പൊളിക്കണം. പൊളിക്കേണ്ടി വന്നാ പൊളിക്കണം. അതാ പോണം. ദൈവദോഷം പറയല്ലേ എന്റെ ഏലിയാമ്മേ? ഇതിയാന്റെ ഒരു ദൈവദോഷം. അതൊന്നും ചെയ്യാതല്ലോ നമുക്കൊരു മുട്ടും മരുത്തുന്നുണ്ടല്ലോ കർത്താവ്. കർത്താവിന്റെ കള്ള കൊണ്ടൊന്നുമില്ല, എന്റെ മിടുക്കൊണ്ട് തന്നെയാ. അപ്പൊ പിന്നെ ഞാൻ കക്കാനും കഴിയിട്ട് വരാനൊന്നും പോകണ്ടോടി? എന്റെ ഈശോയെ, നിങ്ങൾ എനിക്കൊന്നും ചെയ്തില്ലെങ്കിലും വിരോധമില്ല. ഇവിടെ നിന്ന് മാറി കിട്ടിയാൽ മതി.
ഇത് എന്നോട് കല്യാണി പറഞ്ഞത്. ആ ഞാൻ പോകും. ആ പോട്ടെ, ഒന്ന് പോകാൻ. ഓടിപ്പാൻ പോരൊന്നും വേണ്ട കേട്ടോ. സംഖ്യാവ് നീ പേടിക്കത്തൊന്നുമില്ലല്ലോ. ഇതിയാണ്ട് ഈ തിരുമുഖം കണ്ടാലേ എനിക്ക് പേടിയുള്ളൂ. ഓ കർത്താവേ, എന്റെ ഏലിയാമ്മയ്ക്ക് കൂട്ടായിരിക്കണേ. എടാ സാത്താനേ, ഇവക്ക് വിലക്കപ്പെട്ട കൈയൊന്നും കൊടുക്കരുതേ. വിലക്കപ്പെട്ട എന്റെ കർത്താവേ, ഇങ്ങനെ ഒരുത്തിനെയാണല്ലോ എനിക്ക് കിട്ടിയത്. പോയോ? ഇത് എവിടുന്ന് വന്ന കർത്താവേ? അതല്ലേ കർത്താവിന്റെ ഒരു കളി. നേരെ ചൊവ്വേ വരാനൊപ്പോ എന്റെ ഏലിയാമ്മേ. ഉള്ളും വേരും ചാടി കടന്ന് ഞാൻ ദേ ഇവിടെ എത്തി. പിന്നൊരു കാര്യം, ആ മനുഷ്യന് എന്നെ സ്വപ്നത്തിൽ പോലും വിശ്വാസമില്ലാത്തതാ. അതാണല്ലോ നേരെ വരാത്തത്. ഇപ്പൊ എന്തിനാ ഇവിടെ വന്ന്? ഇത്താപ്പിരിയുടെ കയ്യിൽ എന്തെങ്കിലും ഒത്ത ഇവിടെ വരാണ്ട് വേറെ എവിടെയെങ്കിലും പോകാനൊക്കോ എന്റെ ഏലി? എനിക്കറിയാം, എന്റെ ഇത്താപ്പിരി ചേട്ടന് എന്തെങ്കിലും ഒത്താ ഇവിടെ മാത്രമേ വരൂ. ഇപ്പോ എന്തെങ്കിലും ഒത്തോ? ഒത്തൊന്നോ? ദേ കണ്ടോ, തുണ്ടും. അതെന്താ തുണ്ടും? തുണ്ടും വെച്ച തേങ്ങ. ഓ അത്രേ ഉള്ളൂ. ആ അതുപോലെ കൈ കൊള്ളാവുന്നല്ലേ കൊണ്ടുവരാനൊക്കെ ഉള്ളൂ. തലച്ചോറയിൽ കൊണ്ടുവരാനൊക്കെ. ചുമ്മാ അല്ല നാട്ടുകാർ തേങ്ങാപ്പിരിന്ന് വിളിക്കുന്നത്. എടി, നീ എന്നെ അങ്ങനെയാണ് കണക്കാക്കിയിട്ടുള്ളത്. എടി, എന്നെ കാണിക്കാൻ പറ്റുള്ളൂ നാടി. ഇനി എപ്പോഴാ നമ്മള് കാണുക? എന്തോ? ഞാനിപ്പോ എങ്ങും പോണില്ല. എന്റെ നടുക്കൊരു വിലക്ക. അയ്യോ, എന്റെ നടുവിലങ്ങി. കുഴമ്പഞ്ഞെടുത്ത് ഇവ വന്നിട്ടുക. എന്റെ കർത്താവേ, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? ആ മനുഷ്യനെങ്ങാനും ഇത് കണ്ടോണ്ട് കേറി വന്നാ നിങ്ങളുടെ വിലക്കൊക്കെ അങ്ങ് മാറും. എടി, നീ ഇവിടെ ഉള്ളപ്പോ തോമാച്ചനെ അകത്തോട്ട് കയറില്ലെന്ന് എനിക്കറിയാം. നീ ഒരു കാര്യം ചെയ്യ്, പരീക്ഷിക്കുന്നവനെ കഥകടച്ചേരെ. ഇപ്പോഴോ? ചുമ്മാ അടച്ചേരെ. ഒന്ന് നോക്കിയേച്ചു വരട്ടെ. അയ്യോ, എന്റെ നടു, എന്റെ എനിക്ക് വിലക്കൊന്നുമില്ലടി ഏലിയാമ്മേ. ആ നീ കേട്ടോ വാ. എനിക്ക് വയ്യ കേട്ടോ. ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ഓർത്ത് വന്നാണ് എന്റെ തവര് ചേട്ടാ. എല്ലാം കളഞ്ഞല്ലോ, എല്ലാം പോയല്ലോ. അയ്യോ എന്റെ ഈശോയെ. അപ്പാ പശുക്കളെ ഇങ്ങനെ ദിവസവും കാണാതെ പോയാൽ തൊഴുത്ത് കാലിയാവുമല്ലോ തോന്നി. ഞങ്ങൾ നല്ലതുപോലെ സൂക്ഷിക്കാറുണ്ട് അച്ചോ. കാട്ടിൽ മേയുമ്പോ വല്ല കാട്ടുജന്തുക്കളും പിടിക്കുന്നുണ്ടോന്നാണ് സംശയം. അച്ചോ, നാളെ ഞാനും കൂടി അവരുടെ കൂടെ പോകാം. പൗലോസ് പോകണ്ട, കാട്ടിൽ പോയി പരിചയമില്ലല്ലോ. ഇത് എങ്ങനെയാണെന്ന് നോക്കിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ അച്ചോ? ഏതായാലും നാളെ ഞാൻ പോകാം. കൂടെ ആൾക്കാരും ഉണ്ടല്ലോ. വല്ല ദുഷ്ടജന്തുക്കളും വന്നാലോ? അങ്ങനെ പേടിക്കാനൊന്നുമില്ല, തനിച്ചല്ലല്ലോ. നാളെ നിങ്ങളോടൊത്ത് ഞാനും വരുന്നുണ്ട്. നമ്മൾ പുള്ളിപ്പശുവിനെ കാണുന്നില്ലല്ലോ. പുള്ളിപ്പശുവിനെ കാണുന്നില്ലേ? വാ ചേട്ടാ, നമുക്ക് നോക്കിയിട്ട് വരാം. നീ ഇവിടെ നിൽക്ക്. ശരി. കുറെ സമയമായല്ലോ. അവൻ കാട്ടിൽ തനിച്ചില്ലേ ഉള്ളൂ. ചേട്ടൻ പിടിക്കുള്ളൂ. ഞാൻ പോയി നോക്കിയിട്ട് വരാം. കൂടുതൽ ദൂരം പോകണ്ട, കാട്ടുമൃഗങ്ങൾ ഇറങ്ങുന്ന നേരമായി. ശരി ഏട്ടാ. നേരെ ഉരുട്ടി തുടങ്ങിയല്ലോ. അവനെ കാണുന്നില്ലല്ലോ. ഇനി എവിടെ പോയി തേടാനാ?
നടക്കാനാ പോലെ എന്താ ഇത്? നിങ്ങൾ വിട്ടേക്കൂ. വിട്ടാണോ? ഉണ്ടായിരുന്ന കൊതിയേറെ കൂടെ ജീവിച്ചിരിക്കാം. അല്ലെങ്കിൽ ഇപ്പൊ കൊല്ലാനോ? നിങ്ങൾ എന്താണ് പറയുന്നത്? അവരും പറയും. പറഞ്ഞത് നരബലി മുടക്കാതെ കാക്കണം. നാട്ടുമനുഷ്യനെ കിട്ടിയിട്ട് നാളേറെയായി. കൂട്ടരിൽ നിത്യവും തേടുന്നുണ്ട്. കുലദേവത കോപിച്ചാൽ ആപത്താണെന്ന് നനയ്ക്കണം. നമുക്കൊരു നാട്ടുമനുഷ്യനെ കിട്ടി. നാട്ടുമനുഷ്യൻ വന്നു കേട്ടോ. എന്ത് നാട്ടുമനുഷ്യനോ? എന്റെ പരദേവത ദേവീകോപം പണയാതെ കാത്തല്ല. കൊള്ളാം. ഇവനെ കൊണ്ടുപോയി അടച്ചു. കർപ്പ, ഏറെ നാളായി തെരഞ്ഞു കിട്ടിയ നാട്ടുമനുഷ്യന് രക്ഷപ്പെട്ടു പോകാതെ തളയ്ക്കണം. ചെയ്യാമരശ, ഇക്കുറി നല്ല ചോരയും നീരുമുള്ള ആളെ തന്നെയാ കിട്ടിയിരിക്കണേ. പറ്റിയ ഇര തന്നെ. ദേവിക്ക് സന്തോഷമാവും. നല്ല ശേലുണ്ട്. കൊണ്ടുപോയി വാ. ഉറങ്ങുന്നില്ലേ? നേരെ ഒത്തിരിയായി. എന്തോ ഏനും ഉറക്കം വരണേയില്ല. എന്താ അടിച്ചിരിക്കണേ? അദ്ദേഹം ആരാന്നാ അറിയണ്ടേ? ആരായാലും എന്താ കൊണ്ടുവരാട്ടി? നാളെ ദേവിക്ക് നരബലി കൊള്ളാല്ലേ? മഹാതാപം ചൊല്ലാകടി. കൊല്ലാൻ പാടില്ലെന്നാ ഏന് തോന്നണേ. കൊല്ലാണ്ട് രാജാവിനെ പോലിരിക്കണ എന്തൊരു ശേല്. ഒന്ന് കണ്ടിട്ട് വരാം. അയ്യോ, ഈ രാത്രിയില്ല, ഞങ്ങളില്ല. അത് സാരമില്ല. വാ. നീ ഒന്ന് വിളിക്കേ. അയ്യോ, ഏനില്ല, തമ്പുരാട്ടി വിളിക്കുന്നതാ നല്ലത്. എനിക്ക് മനസ്സിലായില്ല. തലവന്റെ മോള് വല്ലി. ഓ, എന്താ വന്നത്? ചുമ്മാ ഒന്ന് കാണാൻ. ചോദിക്കുന്നതെന്തും അച്ഛൻ നടത്തിത്തരും. പറഞ്ഞാൽ ബലി കൊടുക്കില്ല. എന്താ വള്ളിക്ക് എങ്ങനെ തോന്നിയത്? അത് ഇഷ്ടം തോന്നി. ഇവിടെ വന്നവരാരും തിരിച്ചു പോയിട്ടില്ല. എന്തോ കണ്ടപ്പോ ഏന് തോന്നി ബലി കൊടുക്കണ്ടെന്ന്. ഏനൊരു തുണയായി. വള്ളിക്ക് ഉറക്കം വരുന്നില്ലേ? നേരം വളരെയായി. ഏനിവിടെ തന്നെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നണം. ഏന് ഉറക്കമേ വരുന്നില്ല. രാത്രിയല്ലേ, ഉറങ്ങാതിരിക്കണ്ട. ഉറങ്ങണല്ലേ? എന്നാ ഉറങ്ങിക്കോ. ഏന അച്ഛനെ കാണാൻ പോണു. മോൾ എന്താ ഈ ചൊല്ലണത്? നരബലി മുടക്കാനും? ഏന് ഒരേ ഒരു മോഹമുള്ളൂ, അച്ഛൻ ഏനത് ചെയ്തു തരണം. നാട്ടുമനുഷ്യനെ കിട്ടിയ ദേവിക്ക് കുരുതി കൊടുക്കലല്ലേ പതിവ്?
മോളെ, അച്ഛന്റെ മോള് കരയണ? വേണ്ട അച്ഛാ, അയാളെ കൊല്ലണ്ട. നല്ല ചന്തമുള്ള ആള്. മോള് ചൊല്ലിയ അച്ഛനെതിരുണ്ടാ? അച്ഛാ, സന്തോഷമായ ഇനി മോള് പോയിറങ്ങിക്കോ. വണ്ടി ഇത്ര നേരം എന്തെടുക്ക ആർക്കറിയാം. എടി നീലി, ആ ആളെ കൊല്ലണ്ടാന്ന് വെച്ചു. അച്ഛൻ സമ്മതിച്ചു. നീ നിനക്കണ മാതിരി എല്ലാ വിദ്യകളും പൗലോസിന് ചൊല്ലിക്കൊടുക്കും. പക്ഷേ അവൻ എന്നും ഈ കാട് വിട്ട് പോകാൻ പാടില്ല. അതിനെന്താണ് ഉറപ്പ്? ഇവിടുന്ന് ആർക്കാന്ന് വെച്ചാ പോകാൻ പറ്റുക? പോരെങ്കിൽ അച്ഛന്റെ ഇഷ്ടത്തിനൊത്ത് അതേ എന്നെ കെട്ടിയ. അല്ലാതെ നിന്റെ ഇഷ്ടമല്ല. എല്ലാം എന്റെ മോളുടെ ഗുണത്തിന് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അരച്ച ആ പൗലോസ്, മറ്റാർക്കും കിട്ടാത്ത ഭാഗ്യമാണ് പൗലോസിന് കിട്ടിയേക്കണത്. ഇവിടെ എത്തിയ ഒരുത്തനും അടുത്ത ഉദയം കണ്ടിട്ടില്ല. നീ ഇവിടുന്ന് പോണമെന്ന് നനക്കണില്ലെങ്കിൽ നനച്ചാലും നടക്കില്ല. എല്ലാ മന്ത്രതന്ത്രങ്ങളും ജാലവിദ്യകളും സ്വന്തമാക്കാം. എന്താ ചൊല്ലണ? ഇന്നു മുതൽ ഞങ്ങളിൽ ഒരാളായി ഞങ്ങളുടെ ആചാരങ്ങൾ അനുസരിച്ച് നിനക്കിവിടെ കഴിയാം. എല്ലാ വിദ്യകളും പഠിച്ചിട്ട് ഇവിടുന്ന് കടന്നു കളയില്ലെന്ന് നീ സത്യം ചെയ്യണം. ഞാൻ വിശ്വാസവഞ്ചന ചെയ്യില്ല. ഇതാ സത്യം ചെയ്യുന്നു. ഞാനിത് ലംഘിക്കുകയില്ല. മോളെ വള്ളി, ഞാൻ അനുവാദം തന്നിരിക്കണം. അഭ്യാസങ്ങൾ ആരംഭിക്കും. നിനക്കറിയാത്ത കാര്യങ്ങൾ അച്ഛൻ ചൊല്ലിക്കൊടുക്കും. ശരി അച്ഛാ. ചെല്ലേ. വാ. അവളോടിയ വഴിയെ കപ്പളം പടത്തി ചാണക കുഴി നിരത്തി. അയ്യോ കർത്താവ്, കർത്താവിന് എന്തിനായി മെഴുകുതിരി? അതും ഈ നട്ടുച്ചയ്ക്ക്. എനിക്കാണെങ്കിൽ രാത്രി കൊണ്ടൊരു ഉപകാരമുണ്ട്. എപ്പോ നോക്കിയാലും കുടിച്ചു മറിഞ്ഞ് നടക്കുന്നതല്ലേ പട്ടു സ്വഭാവം. എടി, ആണുങ്ങളാണെങ്കിലേ കുടിക്കണം. അപ്പോഴേ അവർക്ക് രുചി ഉണ്ടാവത്തുള്ളൂ. നിന്റെ അപ്പനെ കളപ്പരയ്ക്ക് തോമ ഈ കരയിലെ പേരെടുത്ത ഒരു കുടിയനായിരുന്നു. പക്ഷെ കുടുംബം നോക്കുന്ന കാര്യത്തില് അതിയാന്റെ പുറകിലേ നിൽക്കത്തുള്ളായിരുന്നു മറ്റാണുങ്ങൾ. എൻ നോക്കിത് നല്ല ബന്ധമാണ്. കല്യാണക്കാര്യത്തെ പറ്റി മാത്രം അമ്മ എന്നോടൊന്നും പറയണ്ട. പിന്നെ നീ ആര് വരാനാടി ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത്? നിന്റെ മറ്റവൻ വരും കുതിരപ്പുറത്ത്. വന്നില്ലെങ്കിൽ വേണ്ട. തറവല പറഞ്ഞാലുണ്ടല്ലോ, നിന്റെ അഭിപ്രായം ഒന്നും എനിക്ക് വേണ്ട. അടുത്ത ആഴ്ച കല്യാണം ഞാൻ വിളിച്ചു ചെല്ലിക്കും. അത് ഓർത്തോ. എന്റേതായിരിക്കില്ല, നിന്റേത് തന്നെടി. കളപ്പരയ്ക്കത്തോമായുടെ കെട്ടിയോട് ത്രേസ്യാമ്മയാണെങ്കിൽ ഈ കല്യാണം ഞാൻ നടത്തും. ആ പേടിച്ചു പോയാ? ഏതു നേരം മന്ത്രം പഠിച്ചോണ്ടിരുന്ന എങ്ങനാ? ഏൻ പുറത്തേക്ക് പോണ്? വരണ? എവിടെ പോകാൻ? പുറത്തു ഒരു ഒലവുണ്ട്, ഏൻ കാട്ടിത്തരാം. വേണ്ട വള്ളി, വള്ളിക്ക് കൂട്ടുകാരികളുണ്ടല്ലോ, അവിടെ കൂടെ പോകാമല്ലോ. കൂട്ടുകാരനുള്ളപ്പോ തൊഴിൽ എന്തിനാ? വാ പോവാം.
പാടുപെട്ടാ അവരുടെ ഇടയിൽ നിന്ന് പോരണേന്ന് നിങ്ങൾക്കറിയോ? വള്ളിയുടെ അച്ഛനറിഞ്ഞാൽ വള്ളിയെ വഴക്ക് പറയില്ലേ? എന്തിന്? നിങ്ങൾ ഈ പെട്ടവനല്ലാത്ത ഒരുത്തിന്റെ കൂടെ ഇങ്ങനെ എപ്പോഴും അത് തന്നെ. എത്ര നിർത്തി ചൊല്ലിയിരിക്കണം, അങ്ങനെ ചൊല്ലരുതെന്ന്. ഇവിടെ വന്നാ പിന്നെ വേറെ കൂട്ടമില്ല. ഞാൻ വള്ളി വേദനിപ്പിക്കാൻ പറഞ്ഞതല്ലേ. എന്റെ ജീവൻ രക്ഷിച്ച നിന്നോട് ആയുഷ്കാലം മുഴുവനും എനിക്ക് കടപ്പാടുണ്ട്. അതൊന്നും ഏന് വേണ്ട. ഏന് ഇങ്ങനെ എപ്പോഴും കൂടെ ഇരിക്കാൻ കിട്ടിയാ മതി. വള്ളി, അച്ഛനോ മറ്റോ വന്നാൽ അവരെന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? ആര് വന്നാലും ഏനൊന്നുമില്ല. ഏന് നിങ്ങൾ മാത്രം മതി. വള്ളിയുടെ അച്ഛന്റെ അടുത്ത് ഞാൻ തെറ്റുകാരനായിക്കൂടെ വള്ളി? അച്ഛൻ ഇന്നാന്ന് വെച്ചാ ജീവനായിപ്പോ ഏനെ പോലെ. അച്ഛൻ ഏതാണ്ടൊക്കെ നനച്ചു വെച്ചിരിക്കണം. പോകാം വള്ളി, സമയം ഏറെയായി. അച്ഛൻ അന്വേഷിക്കും. ഇനി നാളെ സംസാരിക്കാം. മോളെ മേരിക്കുട്ടി, എന്താ തൊമ്മൻ ചേട്ടാ? പൗലോച്ചായനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ? നീ അറിഞ്ഞില്ലേ? എന്താ ചേട്ടാ, പൗലോച്ചായൻ എവിടെയാ? നീ അറിഞ്ഞു കാണുമെന്ന ഞാൻ വിചാരിച്ചത്. നമ്മുടെ പൗലോച്ചനെ കർത്താവ് തിരിച്ചു വിളിക്കുന്ന മോളെ കേൾക്കുന്നു. എന്റെ കർത്താവേ, ഇതുപോലൊരു പെരുമാറ്റവും സ്നേഹവും വള്ളിയുടെ അച്ഛനിൽ നിന്നും ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. അച്ഛന് ഇഷ്ടം തോന്നിയാ അങ്ങനെയാ, എന്തും ചെയ്തു കൊടുക്കും. എന്തെന്ത് വിദ്യകൾ അദ്ദേഹം എന്നെ പഠിപ്പിച്ചിരിക്കുന്നു. ഓ, എല്ലാം പഠിപ്പിച്ചത് ഏൻ. പേരച്ഛനും ഏനിനെ ഒന്നും പഠിപ്പിക്കില്ല. എല്ലാം അച്ഛൻ പറഞ്ഞിട്ടല്ലേ? ഓ, അങ്ങനെയാ? എന്നാ നോക്കിക്കോ. എങ്ങനെ? അയ്യോ വള്ളി, എനിക്ക് പേടിയാവുന്നു. വള്ളി വേണ്ട, വള്ളി വള്ളി വേണ്ട, എന്നെ രക്ഷിക്കു വള്ളി. നീ എന്തൊക്കെയാണ് കാണിക്കുന്നത്? അങ്ങനെ ഇരിക്കും. എനിക്ക് ഭയമാവുന്നു ഇവിടെ നിൽക്കാൻ. ഏനല്ലല്ലോ എല്ലാം പഠിപ്പിച്ചത്, അച്ഛനല്ലേ? വള്ളി, എനിക്ക് പേടിയാവുന്നു വള്ളി. വേണ്ട വള്ളി, എന്നെ രക്ഷിക്കു വള്ളി. നീ എന്തൊക്കെയാണ് കാണിക്കുന്നത്? പേടിക്കണ്ട, എന്റെ കയ്യിൽ കയറിക്കോളൂ. ഇനി എന്നും ഇങ്ങനെ കയ്യിലിരുന്നാ മതി. ഏനെപ്പോഴും കാണാലോ, എവിടെയും പോയില്ലല്ലോ. എത്ര വലിയ രൂപമാണ് നീ. നിന്നെ കണ്ടിട്ടേ എനിക്ക് ഭയമാകുന്നു. എന്തിനാ പേടിക്കണേ? ഏൻ ഉറുക്കി പിടിച്ചോളാം. ഒന്ന് വിടുവള്ളി, ഒന്നും വേണ്ട, നീ എന്നെ താഴെ ഇറക്കിയാ മതി. എന്നാ ഇറങ്ങിക്കോ. അയ്യോ, നീ എന്നെ ഭയപ്പെടുത്തിക്കണമെന്നില്ല വള്ളി. ഈ വിദ്യ ചൊല്ലിത്തരട്ടെ? പറയേ. ഇപ്പോ നിന്നെ കാണാൻ നല്ല ചന്തമുണ്ട്. ഏനെ ഒന്നാ കയ്യിലെടുക്കൂ. പിന്നെ പിന്നെ എടുത്തു എടുത്തു, അവിടെ തന്നെ നിന്നാ മതി. ഏന് ആ കയ്യിലേറി നിൽക്കാൻ കൊതിയായിട്ടല്ലേ? ഒന്നും വേണ്ട, അവിടെ തന്നെ അങ്ങ് നിൽക്കും. ഏനിപ്പോ ഇവിടെ കിടന്ന് നിലവിളിക്കോ? ശരി, എന്നാല് വന്നേക്ക. ഏൻ മോഹിച്ചിട്ടല്ലേ? ആ കറിക്കോ. അങ്ങനെ ഏനിനി ഇറങ്ങില്ലല്ലോ. ഏനിവിടെ തന്നെ നിൽക്കും.
ഞാൻ ഇപ്പൊ താഴെയിടും. അയ്യോ, ഏനെ താഴെയിടല്ലേ. വേണ്ടെങ്കി ഏനെ നിലത്ത് നിർത്തിക്കോ. ഇനി പതുക്കെ. താഴെ ഇറങ്ങ. ഇതുപോലെ കുറേ വിദ്യകളുണ്ട്. എല്ലാം ഞാൻ പഠിപ്പിക്കാം കേട്ടോ. വള്ളിയെ ഒന്ന് കാണാനാണ് ഞാൻ വന്നത്. ഇപ്പൊ കണ്ടില്ലേ? നിന്റെ പഠിപ്പിക്കലും പഠിക്കലും കുറെ ഏറണുണ്ട്. അച്ഛന്റെ സ്ഥാനം കറുപ്പനില്ലല്ലോ. അതില്ലെങ്കിലും ഏനൊരു സ്ഥാനം തരുമെന്ന് ഞാൻ ഉറപ്പുണ്ട്. വേണ്ടാത്തതിനൊന്നും കറുപ്പൻ തലയിടണ്ട. വേണ്ടാത്തത് ചെയ്യുന്നത് കാണുമ്പോ ഏന് ചോദിക്കാൻ അധികാരമുണ്ട്. ഏൻ ചോദിക്കും. കറുപ്പ, ഏൻ എന്തും ചെയ്യും. അത് ചോദിക്കാൻ കറുപ്പൻ അധികാരമില്ല. ഉണ്ടായാൽ എന്നും ഉണ്ടാകില്ല. വള്ളി, കറുപ്പൻ ഉഷിരോടെ ഇരുന്ന നിനച്ചതൊക്കെ നടത്തും. നീ നിനക്കുന്നത് നടക്കാൻ പോണില്ല. അത് കാണാം. വള്ളി, ഈ കറുപ്പനാണ് ചൊല്ലും പഠിപ്പിച്ചു കൊടുക്കാത്ത വിദ്യകളാണ് പൗലോസ് വശത്താക്കിയിരിക്കുന്നത്. ഇതൊക്കെ ചെയ്തത് എന്തിനാണെന്നാ? എന്റെ സ്ഥാനം നിനക്ക് തരാൻ. അതിനൊക്കെ ഇടം വെച്ചത് എന്റെ മോൾ വള്ളിയ. എന്നോട് കാണിച്ച സ്നേഹത്തിന് എന്റെ ജീവിതം തന്നെ കടപ്പെട്ടിരിക്കുന്നു. അത് മറക്കണ്ട. എന്റെ മോൾ കൊതിച്ചതെന്തും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. നീ എന്റെ മോളെ കേട്ടണം. അതാണ് എന്റെയും അവളുടെയും മോഹം.
പൗലോസൂട്ടി, എന്റെ പൗലോസൂട്ടി വരുന്നു, എന്റെ പൗലോസൂട്ടി വരുന്നു. തോമാ, തോമാ, എന്റെ പൗലോസൂട്ടി വരുന്നു. അച്ചോ, അച്ചോ, എന്ത് പറ്റി അച്ചോ? പൗലോസൂട്ടി എവിടെയാണച്ചോ? നമ്മുടെ പൗലോസൂട്ടി എവിടെയാണച്ചോ? എന്താ തോമ്മ? പൗലോസൂട്ടി വന്നെന്ന് അച്ഛൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു. ഈശോ മിശിഹായ തമ്പുരാനെ, കാരുണ്യമുള്ള കന്യാമറിയമേ, എനിക്ക് എന്റെ മോനെ കാണാനൊക്കില്ലേ? കർത്താവേ, എന്തേ ഒരു വല്ലായ്മ? എന്തേ മിണ്ടാത്തെ? ഞാനെന്ത് പറയാനാണ്? എനിക്ക് അഭിപ്രായമുണ്ടോ? എല്ലാം തീരുമാനിച്ചില്ലേ? അച്ഛന്റെ തീരുമാനം ഇഷ്ടമില്ലേ? ഞാൻ ആരുമില്ലാത്തവനാണ് വള്ളി. ഏനില്ലേ? എല്ലാം കിട്ടാൻ പോകുന്ന നേരത്ത് ഏനും ഇഷ്ടമില്ലേ? ഇവിടെ ഒരു ദുഃഖം ഉണ്ടാവില്ല. അച്ഛന്റെ സ്ഥാനം കിട്ടിയ എല്ലാരും അവിടുത്തെ അടിമകളാണ്. ഏനും സ്ഥാനമാനങ്ങളൊന്നും എനിക്ക് ആഗ്രഹമില്ല വള്ളി. എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. അതിനെന്താ? എന്റെ നാട് വിട്ടിട്ട് എത്രയോ നാളായി. ചത്ത് ജീവിച്ച പഴയതെല്ലാം ഓർമ്മ വരുമോ? ഞാൻ മരിച്ചില്ലല്ലോ. അവര് കൊന്നിരുന്നെങ്കിലോ? അത് ഇതിലും ഭേദമായിരുന്നു. നോക്ക്, അച്ഛനോട് വാക്ക് പറഞ്ഞത് മറന്നോ? ഇനിയും തിരിച്ചു പോണോ? വള്ളി കരയുന്നു. ഞാൻ വാക്ക് തെറ്റിക്കില്ല. പക്ഷേ എന്റെ വേദന നിനക്ക് അറിഞ്ഞുകൂടാ. നിന്റെ അച്ഛനെ കാണാതെ ജീവിക്കേണ്ടി വന്നിരുന്നെങ്കിൽ വള്ളിക്ക് എന്ത് തോന്നുമായിരുന്നു? വേറെ ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ? ഇല്ല വള്ളി. എനിക്ക് സ്നേഹിക്കാൻ നാട്ടിൽ ഒരാളേ ഉള്ളൂ. ഒരു വലിയ മനുഷ്യൻ. എന്നെ മകനെപ്പോലെ വളർത്തി. എന്നെ ഒരിക്കലും പിരിഞ്ഞിരുന്നിട്ടില്ല. ആരുമില്ലാത്ത എനിക്ക് ജീവിതം തന്ന ആ മനുഷ്യനെ ഓർത്താണ് എന്റെ ദുഃഖം മുഴുവൻ. ഞാനൊന്ന് ചോദിക്കട്ടെ, ജീവിതം തന്നെയാളോടോ മരണത്തിൽ നിന്നും രക്ഷിച്ചയാളോടോ കൂടുതൽ ഇഷ്ടം? ജീവിതം കിട്ടിയതിന് ശേഷമല്ലേ മറ്റെല്ലാം ഉണ്ടാകുന്നുള്ളൂ. എന്നെ വഴിയരികിൽ വീണ് മരിക്കാനിടയാകാതെ കാത്ത് ആ വലിയ മനുഷ്യനോട് മാത്രമേ എനിക്ക് കടപ്പാടുള്ളൂ. എന്നുവെച്ച് വള്ളിയോട് എനിക്ക് കടപ്പാടില്ലെന്നില്ല. എന്നെ കാണാതെ നിത്യവും നെടുവീർപ്പും കണ്ണുനീരുമായി കഴിയുന്ന വയസ്സായ എന്റെ അച്ഛനെ കുറിച്ചുള്ള ഓർമ്മ എന്റെ മനസ്സിലൊരു മുള്ളായി വേദനിപ്പിക്കുന്നിടത്തോളം കാലം എനിക്ക് ഉള്ളു തുറന്നൊന്ന് ചിരിക്കാനോ സന്തോഷിക്കാനോ സാധ്യമല്ല വള്ളി. എന്നെ തനിച്ചാക്കിയിട്ട് പോകാനോ? ഇല്ല വള്ളി. വള്ളിയെയും അച്ഛനെയും വഞ്ചിച്ചിട്ട് ഞാൻ പോവുകയില്ല. എനിക്കായി
ഒരു ദുഃഖവും പേരണ്ട. ഞാൻ ആരെയും വേദനിപ്പിക്കില്ല. പോണം, എടുത്തു വളർത്തിയ ആ മനുഷ്യനെ കാണണം. എന്റെ അനുവാദത്തോടെയല്ലേ പോണത്? വള്ളി, മന്ത്രവിദ്യ കൊണ്ട് വേണമെങ്കിൽ ഇവിടുന്ന് കടന്നു കളയാമായിരുന്നിട്ടും അങ്ങത് ചെയ്തില്ല. പൊയ്ക്കുള്ളൂ. ഇവിടുന്ന് പോയാൽ എല്ലാവരും പള്ളിയിരുന്ന് തിരക്കോടും. പോയല്ലോ നോർത്ത് കരയാൻ മാത്രമേ കാണൂ. ഏന് വേണ്ടി ഏൻ തളച്ചിടില്ല. എല്ലാ വേദനകളും ഏൻ സഹിച്ചോളാം. ഞാനോ? ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. നീയാണ് പാപം. നിന്റെ പ്രാണനെടുത്തിട്ടേ ഞാൻ ഇറങ്ങും. മന്ത്രജാലം കൊണ്ട് ഇയാളെ തോൽപ്പിക്കാമെന്ന് നിൽക്കല. അല്ല പൗലോസല്ല, കറുപ്പ, നീ ആയുധമില്ലാത്ത ഒരുത്തനെ ചതിച്ചു കൊല്ലാൻ നോക്കി. വഞ്ചന പാടില്ലെന്നാണ് ഇവിടെ ആദ്യം സത്യം ചെയ്യുന്നു. നീ അത് മറന്നു. അതിനുള്ള ദണ്ഡന കൊലയാ. നിന്റെ ശൂലം കൊണ്ട് തന്നെ നീ ചാകണം. മാപ്പ്. ഇക്കുറി അടിയനോട് പൊറുക്കണം. ഇതിന് വിട്ടുവീഴ്ചയില്ല. ഇനി ഞാൻ ഒരു തെറ്റും ചെയ്യില്ല. പൗലോസ്, കറുപ്പനെ സൂക്ഷിക്കുക. എന്റെ സ്ഥാനവും മകളെയും കിട്ടാത്ത പകയാണവനെ. ഏതായാലും കൊല്ലാൻ പാടില്ല. ഏനുവിനെ ഈ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കുന്നു. പുറത്തു പോകാൻ. എന്താ ഇത്? ഇതെടുത്ത് ഒരുങ്ങിക്കോ. മുഖാമുഖത്തെ കാവൽക്കാരെ ഈ മയക്കി കിടത്തിക്കൊള്ളാം. 3:45 നാഴികയ്ക്ക് മുൻപ് അവിടെ എത്തണം. ഇല്ലെങ്കിൽ ഇവിടെ തിരക്കും. പോകാനും പോകാതിരിക്കാനും വയ്യാത്ത സ്ഥിതിയിലാണ് ഞാനിപ്പോ. നിങ്ങളെല്ലാം വിട്ടുപിരിഞ്ഞ് ഒന്നുകൊണ്ടും ദുഃഖിക്കണ്ട. അങ്ങ് പോയി മതിയാവും. വേഗം പോയി അങ്ങയുടെ അച്ഛനെ കാണണം. ഈ ഗ്രന്ഥം എന്നും കയ്യിൽ സൂക്ഷിക്കണം. എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷപ്പെടാൻ ഇത് മതി. ഇതൊരിക്കലും ഉപേക്ഷിക്കാൻ ഇടയാകരുത്. വള്ളിയെ ഞാനെന്നും നന്ദിയോടെ ഓർക്കും.
കർത്താവേ, ആ ഏലി എവിടെ പോയി കിടക്കണാവോ? കറിയാച്ചനാണെങ്കിൽ മഹാശുണ്ടിക്കാരനാ. എന്താ ചെയ്യ? കറിയാച്ചൻ മഴത്തോപ്പി കാത്തിരുന്നിരുന്നിരുന്ന് വാല് മുളച്ചു കാണും. അവളുടെ ഒരു പോക്ക് ഒരു പോക്കാ, അല്ലെങ്കിൽ അവൾ പോക്കാണല്ലോ. എന്റെ എലിക്കുട്ടി, നീ എന്നെ കൊലക്ക് കൊടുക്കുമെന്നാ തോന്നണം. അയ്യോ കടിച്ചത്, അയ്യോ അതെ ചുടുങ്ങണം പിടിച്ചത്. അയ്യോ നീ കടിക്കണ്ട. അയ്യോ അയ്യോ എന്ത് ചെയ്യാ? ഞാനിവിടെ ഒരു മൊയിലിനെ പിടിക്കാനായിട്ട് ഓട്ടിക്കായിരുന്നു. എന്നിട്ട് കിട്ടി. ഞാൻ കൊടുത്തേക്കല്ലോ. അല്ല അല്ല, ഈ കയറും കൊണ്ടെങ്ങോട്ടാ? അതെ, ഏരിയാമണുള്ള വേഗത്തിന് അബദ്ധമൊന്നും കാണിക്കരുത്. ഈ അബദ്ധമൊന്നും ഞാൻ ചെയ്യത്തില്ല. ഇത്താപിരി എനിക്കറിയാം. ആദ്യം ഒന്ന് പിടിച്ചു കെട്ടാൻ ഇറങ്ങിയതാ. ഏരിയാമേ അവിടെ ആളുടെ വീട്ടിൽ പോയിരിക്ക. അല്ല, എപ്പോഴാ പോയത്? ഇന്ന് രാവിലെ. 2 ദിവസം കഴിഞ്ഞ് വരത്തുള്ളൂ. കാണാതെ കുത്തിയിരിക്കണേ. നമ്മൾ കേറിയോ? വന്നോ പിടിച്ചില്ലല്ലേ? കൈകളാണ് അവിടെ കുറേ നിന്റെ 15 കള്ളം കുറിച്ച് നമ്മൾ കേറിയിട്ടുണ്ട്. ഇങ്ങനെ പൂരായിരിക്കും. കുറച്ച് വെള്ളം തരാമോ കുടിക്കാൻ? അച്ഛനൊന്ന് തിരുന്നാട്ടെ. അച്ഛനെ ഇവിടുന്ന കുറെ ദൂരെ ഉള്ളതാ. എനിക്കല്പം ആഹാരം എന്തെങ്കിലും തരാമോ? ഞാൻ തന്നെ വളരെ കഷ്ടത്തിലാണ് കഴിയുന്നത്. കുറച്ച് ദിവസമായിട്ട് ജോലിയൊന്നുമില്ല. പാത്രത്തിൽ 1 മണി അരിയെങ്കിലും കാണാതിരിക്കുമോ? എന്തിനാണ് 1 മണി അരി? ചെന്ന് നോക്ക്, ഉള്ളതെടുത്തുകൊണ്ട് വരൂ. പാത്രം വെട്ടിക്കൊടുന്ന് നോക്കിയിട്ട് ഇതേ കിട്ടിയോന്ന് വെച്ചു. കർത്താവിന് വിചാരിച്ച് വെള്ളം തിളപ്പിച്ച് ഈ അരി കലത്തിലിട്ടു. കർത്താവ് ഒരിക്കലും കയറി വരും. ഞാൻ പറഞ്ഞതുപോലെ ചെയ്തു നോക്കൂ. കർത്താവ് കരുണയുള്ളവനാ. ഒരു പിടി അന്നം തരണമെന്ന് രാത്രിയിലും ഈശോയെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഞാനിട്ടേക്കാം. അച്ഛോ അച്ഛോ, എന്നാ ഇതെന്ത് അതിശയമാണ്? തലമുറ ചോറ്.
ഞാൻ പറഞ്ഞില്ലേ കർത്താവ് കരുണയുള്ളവനാണെന്ന്. ഒന്നുമല്ല, അച്ഛന്റെ കഴിക്കുന്നുണ്ടോ? എന്തായാലും ചോറ് കിട്ടിയില്ലേ, നമുക്ക് വയറു നിറയെ കഴിക്കാം. വരൂ. ജോസൂട്ടി അച്ഛോ ഒന്ന് കണ്ണു പറഞ്ഞേ. ഇതാരാന്ന് നോക്കിക്കേ, നമ്മുടെ പൗലോസൂട്ടി വന്നിരിക്കുന്നു. എന്റെ പൗലോസൂട്ടി വന്നു. എന്റെ പൗലോസൂട്ടി വന്നോ? അമ്മച്ചോ, ഇനി അടുത്ത് വാങ്ങുന്നേ. അച്ഛന്റെ അടുത്ത് വന്നിരിക്കെ. ബന്ധച്ചോ, എഴുന്നേൽക്കണ്ട, കിടന്നോളൂ. സമാധാനമായി പൗലോസൂട്ടി. ഇനി എനിക്ക് മൂന്ന് തരാൻ അച്ഛന്റെ കയ്യിൽ ഇതേ ഉള്ളൂ. ഇനി നീയാണ് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കേണ്ടത്. അച്ഛനിതാ എല്ലാം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അച്ഛോ, ഇരിക്കുമല്ലേ? താൻ എന്തിനാണോ വന്നത്? അച്ഛനാ ആറ്റുകട വരെ ഒന്ന് വരണം. അവിടെ പിശാചിന്റെ ശല്യമാണെന്നാ പറയുന്നത്. പിശാചിന്റെ ശല്യമോ? അത് കൊള്ളാമല്ലോ. ആ, വന്നാലതൊന്ന് കാണുകയും ചെയ്യാമല്ലേ? ശരി, താൻ പൊയ്ക്കുള്ളൂ. മച്ചാ, രാത്രി ആറ്റുകടയിൽ പോകാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തോളൂ. തന്റെ കൂടെ ഐത്താപ്പിരി ഒന്ന് വിളിച്ചോളൂ. ആ, ഹരിയാരെന്താ പതിവില്ലാതെ? നമുക്കൊരു മോളുള്ള വിവരം ഇങ്ങക്കറിയാലോ. ബിയാസിന് എന്ത് പറ്റി? നമ്മൾ അവരോട് നിക്കാതെ നടത്താൻ ഉറച്ച്. അത് ഏതായാലും നന്നായി. എവിടെയാണ് ബിയാസിനെ കെട്ടിച്ചയക്കുന്നത്? എങ്ങും അയക്കണില്ല എന്ന്, വീട്ടിൽ തന്നെ. എന്ത്, വീട്ടിലോ? നിങ്ങൾ നമ്മുടെ കുഞ്ഞാലിന്റെ കാര്യം മറന്ന. പെങ്ങള് പെണ്ണും കെട്ടിയവനും അപകടത്തെ നെയ്യത്തായപ്പോ ഓനെ നമ്മുടെ കയ്യിലാ ഏൽപ്പിച്ചത്. ഓന്റെ ബാപ്പയും ഉമ്മയും എല്ലാം നമ്മളാ. ഇനിയിപ്പം ബിയാസിനെ കെട്ടിച്ചു കൊടുത്ത് നമ്മുടെ കച്ചവടക്കാരി ഓനെ ഏൽപ്പിച്ച നമുക്ക് സമാധാനായി. അത് കൊള്ളാമല്ലേ? അങ്ങനെ പറഞ്ഞ പോരാ, ഇങ്ങനെ വന്നിരുന്ന് നമ്മൾ നമ്മോടെ നിക്കാതെ നടത്തിത്തരണം. അതാണ് നമ്മുടെ ആശ. അതിനെന്താ, ഞാൻ കൂടെ വന്നിരുന്ന് നമ്മുടെ ബിയാസിന്റെ നിക്കാഹ് നടത്തും. നമുക്ക് സന്തോഷായി. പിന്നെ കുഞ്ഞാലിയുടെ ബാപ്പന്റെ സ്ഥാനത്ത് ഇങ്ങനെ വേണം നിൽക്കാൻ. അലിയാരുടെ കൂടെ ഞാനുണ്ടാകും. എന്റെ ഒരു ചങ്ങാതി അലിയാർ മാത്രമാണ്. അത് മതി. അപ്പോ നമ്മൾ ഇറങ്ങട്ടോ? ശരി. ഞാനങ്ങ് പേടിച്ചു പോയി. ഇതെന്തൊരു കൂട്ടാ! ഈ ഇത്താപ്പരി ചേട്ടനെ മുഴുപ്പില്ല. എനിക്കൊരു പിരിയില്ലടി എലിയാമേ. നീ എന്റെ എല്ലാ പിരി അഴിച്ചിട്ടേക്കല്ലേ.
നമ്മുടെ ഈ നിപ്പും പിന്നെ ഈ ഇരിപ്പും പിന്നെ ഈ ഈ വേഷമൊക്കെ കൂടെ കാണുമ്പോ അധ്യയനം ഞാനും വന്നാ വല്ലൊക്കെ വിചാരിക്കൂലേ? അയാൾ എന്ത് വിചാരിച്ചാലും എനിക്കൊരു ചുക്കൂലടി കള്ളി. ഞാനിതൊക്കെ മാറി നീ ഇപ്പൊ ഇതൊക്കെ മാറുന്നേ. ചേട്ടാ എന്റെ വായിന്ന് നല്ല കേൾക്കും കേട്ടോ. നട്ടുച്ചേരത്ത് വന്നെന്ന് പറഞ്ഞ് വർത്തമാനം കിട്ടി. അവിടെ നടി നീ അറിഞ്ഞില്ലേ? എന്തോന്ന്? ഞാനിപ്പോ അച്ഛന്റെ കൂടെയാ. ഏതച്ഛന്റെ കൂടെ? പള്ളിയിലെ അച്ഛന്റെ കൂടെ. അല്ല പിന്നെ കൊള്ളാം. ഞാൻ ആയക്കൂടെ കേറി പറ്റിയടി. അപ്പൊ പിന്നെ തൊമ്മനെപ്പോഴാ അവിടെ നിന്നും എപ്പോഴാ ഇവിടെ നിന്നും എപ്പോഴാ എവിടെയൊക്കെയെന്നൊക്കെ എനിക്കറിയാമല്ലോ. അറിയാമല്ലോ. അറിഞ്ഞോണ്ടേ ആ. ഇവിടെ തന്നെ നിന്നാ മതി. ശരി ശരി ശരി. ഞാൻ ഇന്ന് കണ്ടവൻ ശരിയായില്ല, വന്നവൻ ശരിയായില്ല, നിന്നവൻ ശരിയായില്ല. ഇന്ന് ഞാൻ ഏത് ശവത്തിനെയാണാവോ കണി കണ്ടത്? ഓ, ആ തൊമ്മന്റെ തിരുമുഖം. അപ്പൊ പിന്നെ ശരിയാവില്ല. എല്ലാം കൂടി ആടിക്കൂടി വന്നതാ. അപ്പോഴേക്കും അവള് കർത്താവെ, എന്തൊക്കെയായാലും എന്റെ മനസ്സ് ശുദ്ധമാന്നേ. മച്ചോ താനെന്താ വിറയ്ക്ക്? ഇങ്ങനെയൊന്നുമില്ല. മഞ്ഞുണ്ടല്ലോ, മഞ്ഞിന്റെ ഒരു തണുപ്പിന്റെ കുളിരാ. താൻ കൂട്ടിക്കൊണ്ടുവന്നു വിട്ടോ ആ ഇത്താപ്പിരി. ഞാനിവിടെ ഉണ്ടേ. ഇവിടെ മാറി നിൽക്കടോ. തനിക്കെന്താ അവിടെ പണി? ഞാനിവിടെ ഇവിടെ ചെകുത്താന്മാരുടെ കൂടാ. ഏത് വേഷത്തിലാവന്മാര് വരുന്നതെന്ന് അറിയാമല്ല. വല്ലതും വരുന്നുണ്ടോന്ന് നോക്കി ഞാനിവിടെ മറിഞ്ഞു നിന്നതല്ലേ. ഇത്താപ്പിരിക്ക് പേടി തോന്നുന്നുണ്ടെങ്കിൽ വരണ്ട. ഞാനിവിടെ അവന്റെ കൂടെ പൊയ്ക്കോട്ടെ അച്ഛോ. എന്നാ പിന്നെ പിശാച് വേറെ വേണ്ട. താൻ എന്റെ കൂടെ വരണ്ട. എന്നാ പിന്നെ നീ ഒടുങ്ങിയതല്ലേ? ആ ഒടുങ്ങിക്കോട്ടെ. എവിടെ? ആണ്ടെത്തി. ചെലുത്താനല്ലോ, കുളത്തിനുള്ളിൽ നിന്ന് ആൾ ഊരി വരുന്ന കണ്ടോ? ആ പരിപാടി കൊള്ളാം അല്ലേ? ഏതായാലും അച്ഛൻ്റെ പരിപാടി ഏറ്റു. കുളത്തിലവന്മാര് നടക്കാൻ തുടങ്ങിട്ട് കാലം കുറെ ആയ അച്ഛോ. അച്ഛോ, ആ പരിപാടി കൊള്ളാം. എനിക്ക് അതൊന്ന് പഠിച്ചാൽ കൊള്ളാമായിരുന്നു. എനിക്ക് ഒരുത്ര നോട്ടമുണ്ട്. നടക്ക് നടക്ക്. മന്ത്രവാദിയായ അച്ഛനോ? അതേ കുഴപ്പം. ഒരു വടി താനമെന്ന് അടിച്ചു എങ്കിൽ അവൻ തന്നെ. ഓഹോ, അവൻ ഇവിടെയും ഏത് വൈകിയായി വന്നിരിക്കുന്നു. അവളൊരു പുണ്യാവത്തി. നീ അവനെ കാണാനൊരു പള്ളിയാണെന്ന് പറഞ്ഞു പോയോ? വേണ്ടാത്തൊന്നും പറയരുത്. അദ്ദേഹം പള്ളി വികാരിയാണെന്ന് ഓർക്കണം. ഒരു വികാരി? നിന്റെ 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 മറ്റാളല്ലായിരുന്നു അവൻ. ഇല്ലാവചനം പറഞ്ഞാലുണ്ടല്ലോ, ആ തലയിൽ ഇരിച്ചു വീഴും. ഓ, ഞാൻ പറഞ്ഞ ഇല്ലാവനോ അല്ലേടി? അവൻ പിന്നെ ആരായിരുന്നടി നിന്റെ? ഇനി എനിക്ക് അവനോടും ചില ചോദിക്കാനുണ്ട്. വേണ്ട, പോകണ്ട കേട്ടോ. വേണ്ട, പോകണ്ട. വേണ്ട കേട്ടോ. പള്ളി പോയി ബഹളമൊന്നും ഉണ്ടാക്കല്ലേ. ഇല്ലാത്ത പൊല്ലാപ്പൊന്നും ഉണ്ടാക്കല്ലേ കേട്ടോ.
അവനോട് ചോദിച്ചാൽ നിനക്കെന്താടി വെറുതെയാണ്. ഞാൻ വിടില്ല. എന്നെ കൊന്നിട്ട് നിങ്ങൾക്ക് അവിടെ പോകാൻ നോക്കൂ. അല്ലെങ്കിൽ പോകാൻ നോക്കുകയല്ലോ. വേണ്ടി വന്ന രണ്ടിനെയും തട്ടിക്കളി. അവിടെ ഒരു മുതലേ കണ്ണുപിടിച്ച് ഈ മനുഷ്യന് ഭ്രാന്ത. എന്റെ കർത്താവേ, അവിടെ പോയി എന്തൊക്കെയാണോ കാട്ടിക്കൂട്ടാൻ പോകുന്നത്. തോമാ, എടാ തോമാ, കത്തനാര് കൊണ്ടോടാ. എന്താ ഇവിടെ ബഹളം? എന്നെ മനസ്സിലായില്ലായിരിക്കും. എവിടെയോ വെച്ച് കണ്ടിട്ടുള്ളത് പോലെ. എന്നെ ഓർക്കുന്നില്ലെങ്കിലും അവളെ ഓർക്കുന്നുണ്ടല്ലോ. മേരിക്കുട്ടിയെ, അവളെ എന്റെ ഭാര്യയായിപ്പോ. അതറിയാവുണ്ടോ? മേരിക്കുട്ടി അവിടെയാണോ അതോ എവിടെയായാലും സൗകര്യം എന്ന് വെച്ചാൽ? ഒരു കാലത്ത് കല്യാണത്തിന് മുമ്പും അതിന് ശേഷമുള്ള ബന്ധങ്ങളൊന്നും എനിക്കറിയത്തില്ലെന്ന് വിചാരിക്കണ്ട. നിർത്തൂ, ഇത്തരം സംസാരത്തിലുള്ള സ്ഥലമല്ലിത്. മേരിക്കുട്ടിക്ക് എന്നെ വേണോ അതോ എനിക്ക് രണ്ടിലൊന്നും അറിയണം. നിങ്ങൾക്ക് എന്ത് പറ്റി? ഓ, എനിക്കിനി ഒന്നും പറ്റാനില്ല. പറ്റാനുള്ളതൊക്കെ പറ്റിക്കഴിഞ്ഞു. തമാശ, ഞാൻ പിടിച്ച് പുറത്തു കൊണ്ടുപോകും. അങ്ങനെ ഞാൻ ഞാനല്ലേ പറഞ്ഞു. ഞാൻ പറയുന്നത് കേക്കില്ലേ? ഏത് തെങ്ങനെ കളവോ ഇവൻ കുടിച്ചത്? ഓ, നിന്റെ വോട്ട് കത്തെ. ഏടോ, അയ്യോ, താൻ ആ പേടിപ്പിച്ചു പറഞ്ഞല്ലോ. ഞാനും പേടിച്ചു പോയതാ പത്രോ. ഞാൻ വിചാരിച്ച ആ കാലം കറിയാണെന്ന്. താനെന്തിനാ കറിയായി പേടിക്കുന്നേ? അവൻ ഇവിടെ വന്ന് ഉണ്ടാക്കാത്ത ബഹളമുണ്ടോ? അവനെന്തിനാ അവിടെ വന്നത്? അവനോ? അവൻ അച്ഛനെ പറ്റി പറയാത്ത ചീത്തയുണ്ടോ? പറയാൻ കൊള്ളാത്ത വർത്തമാനമല്ലേ അവനോട് വിളിച്ചു കൂടിയത്. എന്നിട്ട് അവനെവിടെ? ആ പാപ്പി പിടിച്ചു വലിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അച്ഛനെവിടെ? അച്ഛനകത്തുണ്ട്. വേണ്ട, ഞാൻ അവനെ ഒന്ന് കണ്ടേച്ചു വരാം. കുഞ്ഞാലി, എല്ലാ കാര്യങ്ങളും നമ്മൾ അന്നെ ഏൽപ്പിക്കുകയാണ്. നിക്കാതെ കഴിഞ്ഞാലെ കൊണ്ട് കച്ചവടം എല്ലാം ഈ തന്നെ നോക്കണം. എല്ലാം അവന്റെ ഇഷ്ടം പോലെ. ഇനി ഇങ്ങനെ നിക്കാതെ കഴിയുന്നവരേക്കും നമ്മൾ എവിടെയും പോണില്ല. ബിയാത്തവരെ നമ്മൾ നോക്കിട്ട് വരാം. ഓന്റെ ഒരു വേല നോക്കണേ. കിനാവ് കണ്ടത് മതി തന്നെ. വല്ലാണ്ട് പേടിച്ചു പോയി. നമ്മളിവിടെ നിൽക്കുമ്പോഴേ എനിക്ക് പേടി. നിങ്ങളാരാ? സുൽത്താനാ? എന്റെ സുൽത്താനാണ് നമ്മള്. വീട് കുഞ്ഞിനിക്ക ബാപ്പയെങ്ങാനും കണ്ടുകൊണ്ട് വരും. ബാപ്പ എന്താണെന്താ ഇന്ന് എനിക്കായിട്ട് തന്നെ. ഇപ്പൊ നിന്നെ കാണാൻ നല്ല ശീലമുണ്ട്.
എല്ലാം നഷ്ടപ്പെട്ടു. ഞങ്ങൾക്കില്ല ആരുമില്ല. സങ്കടപ്പെടാതെ കുഞ്ഞാലി, അങ്ങനെ കരുതണ്ട. ഞങ്ങൾ അനാഥരാണ്. അങ്ങനെ പറയരുത് കുഞ്ഞാലി. അലിയാരുടെ മകളും മരുമകനും അനാഥരവും അല്ല. അലിയാർ എനിക്ക് സഹോദരനെ പോലെയായിരുന്നു. നിങ്ങൾക്ക് ഞാനുണ്ട്. വിയർത്തു. മോൾ ദുഃഖിക്കരുത്. ധൈര്യത്തിൽ വിശ്വസിക്കൂ. നമ്മൾ നിശ്ചയിക്കുന്നത് പോലൊന്നുമല്ലല്ലോ അവിടെ നടത്തുന്നത്. മോളെ ബിയാത്തു, അലിയാർ ജീവിച്ചിരുന്നെങ്കിൽ നടത്തുന്നതിനേക്കാൾ ഏറ്റവും മോടിയായി നിങ്ങളുടെ വിവാഹം അലിയാരുടെ സ്ഥാനത്തുനിന്നുകൊണ്ട് ഞാൻ നടത്തും. ധൈര്യമായിരിക്കൂ. എല്ലാം അച്ഛൻ നിശ്ചയിക്കുന്നത് പോലെ അല്ല മക്കളെ, എല്ലാം വലിയവനായ ദൈവം നിശ്ചയിക്കുന്നത് പോലെ.
അമ്പലപ്പറമ്പ് വഴിയാണോ പോകുന്നത്? അതെ. എന്റെ വീട് ആ കാതിനപ്പുറത്താ. ഞാനും മുന്നോട്ടെ, ഈ ചൂട്ടുവെട്ടത്തിൽ അങ്ങ് എത്താമല്ലോ. ഓഹോ, വന്നോളൂ. ഞാൻ കൊണ്ടുപോയി വിടാമല്ലോ. എന്റെ പിന്നാലെ പോരൂട്ടോ. വഴിയിൽ വല്ല ഇരജന്തുക്കളും കാണും. മുറുക്കാനുണ്ടോ കയ്യില്? ഒന്ന് മുറുക്കാൻ ചുണ്ണാമ്പ് കിട്ടിയിരുന്നെങ്കിൽ. ഞാൻ മുറുക്കാറില്ല. വീട്ടിലാരൊക്കെ ഉണ്ട്? എന്താ വരുന്നു? രാത്രി നമുക്ക് അവിടെ കഴിയാം, എന്നിട്ട് രാവിലെ പോയാ പോരെ? വീട്ടുകാർക്ക് വല്ല സംശയം ഉണ്ടാവോ? ഏയ്, എന്റെ അമ്മ മാത്രമേ ഉള്ളൂ. അതെയോ? രാത്രി കാഴ്ചയും കുറവാ. എന്നാ വലിഞ്ഞു നടന്നോളൂ. ഇന്നത്തെ ശകുനം നല്ലത് തന്നെ. എന്താ പറഞ്ഞത്? ഒന്നുമില്ല, നീതി കിട്ടിയതുപോലെ ആയിന്ന് പറഞ്ഞതാ. ആ, അയ്യോ, ഞാൻ ഇപ്പൊ വീണേനെ. എന്നാ എന്നെ പിടിച്ചു നടന്നോളൂ. ഒന്ന് വേഗം നടക്കൂ. അല്ല, ഇനി നടക്കാൻ വയ്യെങ്കിൽ ഞാൻ എടുക്കാം. എനിക്കിതൊക്കെ നിസാരം. എത്ര പേരെ എടുത്തിരിക്കുന്നു നല്ല കാലത്ത്. രാത്രിക്കുട്ടി വിളിച്ചുവോ? ആ, നമുക്ക് കുടിക്കാൻ എന്തെങ്കിലും കൂട്ടിയാ? പാലായാലോ? വിരോധമില്ല. ഇടോ എന്തോ മധ്യാഹ്ന പൂജ കഴിഞ്ഞാൽ നാം പുറപ്പെടുന്നു അവളെ തളയ്ക്കാൻ. ആരെ? അവളെ അയച്ചേ. തിരുമേനി, തിരുമേനി പൊക്കോളൂ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോന്ന് നോക്കോളൂ. താനും എന്നോടൊപ്പം പുറപ്പെടുന്നു. ഞാൻ അടിയൻ ഇവിടെ അയ്യോ, തിരുമേനി പേടിക്കേണ്ട തിരുമേനി. ഇനി യക്ഷിയല്ല, യക്ഷിയുടെ തള്ള വന്നാലും തിരുമേനി മാത്രം മതി. അതിന് ഞാൻ എന്തിനാ? ശുംഭൻ കുഞ്ചമൻ പോറ്റിയുടെ കൂടെ വരാൻ താൻ ഭയപ്പെടുകേ? അല്ല, ആ ബ്രഹ്മരക്ഷസിന്റെ കാര്യം തനിക്ക് ഓർമ്മയില്ലേ? ഓ ഏഭ്യ തലകോ. ദൈവമേ, എന്തൊക്കെയാ? തനിക്കെന്താ ഒരു ഭയം പോലെ? ഭയമുണ്ടോ എന്ന് ചോദിച്ചാ പരിഗണ്ട ഉണ്ടെങ്കിൽ അവിടെ തുറന്നു പറയണോ? ബ്രഹ്മരക്ഷസിനെ ഒതുക്കിയിട്ടുള്ള ആളാ ഈ കുഞ്ചമൻ പോറ്റി. പിന്നെ എന്നെ യക്ഷി. നടന്നോ, പകല് തീരും മുമ്പേ അവിടെ എത്തണം. പാട്ട് നിർത്തിയല്ല. എങ്ങോട്ടാ യാത്ര? അതും ഈ രാത്രിയിൽ? ഒന്ന് മുറുക്കാൻ ചുണ്ണാമ്പ് തരുമോ? ഓ, പിന്നെന്താ? ദാ എടുത്തോളൂ.
അതിനെന്താ, ഞാൻ യക്ഷിയോ പിശാചോ ഒന്നുമല്ല. കൈകൊണ്ട് തരൂ, ചുണ്ണാമ്പ് എടുക്കുകയും ചെയ്യാം, തിരുമേനിയെ ഒന്ന് തൊട്ടെന്നുമായി. തുടർന്നുണ്ടെങ്കിലേ എപ്പോഴും ആകാലോ. രാത്രിയിൽ ചുണ്ണാമ്പ് കൊടുക്കണത് കത്തി കൊണ്ടാകണേ. ഓ, എങ്കിൽ എനിക്ക് മുറുക്കണ്ട. നമ്മുടെ കൂടെ വരണമെന്നുണ്ടോ ഇല്ലത്തേക്ക്? ഓ, ചുണ്ണാമ്പ് തരാത്ത ആളിന്റെ കൂടെ വന്നിട്ട് എന്താ മെച്ചം? കൊണ്ടുപോകാമോന്ന് നാം ഒന്ന് നോക്കട്ടെ. നാം നിന്നെയും കൊണ്ട് പുറപ്പെട്ടപ്പോഴേ നിരീക്ഷണ ഒന്ന് ശുഭാഗ്യാണ്. അവളോ പിടിച്ചു കേട്ടോ. ഇനിയും വരണോ തിരുമേനി? തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഇനി കാട്ടിൽ കൂടി യാത്ര വേണ്ട. ഇന്നലെയും ഞാൻ ഒരുത്തനോട് പറഞ്ഞു പോകരുതേന്ന്. കേട്ടില്ല. നേരം വെളുത്തപ്പോ 5-6 അസ്ഥിക്കഷ്ണം മാത്രം ബാക്കിയുണ്ട്. ആ യക്ഷിയൊന്ന് തളയ്ക്കാൻ ആരെക്കൊണ്ടും സാധിക്കില്ല തിരുമേനി. അത്ര പെട്ടെന്നൊന്നും പിടികിട്ടില്ല കുഞ്ഞെ. സ്നേഹിച്ച പുരുഷനെ കിട്ടാതെ ആത്മഹത്യ ചെയ്ത ഒരു രാജകുമാരിയാണ് അവൾ. ഏത് രാജകുമാരി? തിരുമേനിക്ക് അറിയാമോ ആ കഥ? നിങ്ങൾ അവിടെ ഒരു കൽമണ്ഡപം കണ്ടിട്ടുണ്ടോ? ഉണ്ട്, ഈ വെള്ളച്ചാട്ടത്തിന് താഴെ അല്ലേ? അതെ. അവൾ എന്നും ആ ഭാഗങ്ങളിൽ ചുറ്റിയതേ. അതെന്താ തിരുമേനി അവൾ അവിടെ തന്നെ കറന്നു ചുറ്റുന്നത്? പറയാം. പണ്ട് ഇവിടം ഒരു രാജകൊട്ടാരമായിരുന്നു. അവിടത്തെ രാജകുമാരി അവരുടെ ഒരു സാധാരണ ഭടനുമായി പ്രേമബന്ധത്തിലായി. കൊട്ടാരവൃത്തങ്ങൾ അറിയാതെ ആ ബന്ധം അങ്ങനെ തഴച്ചു വളർന്നു. ആയിരം പൂവിടർന്നു എന്റെ മോഹവ
കുളക്കരയിലേക്ക് പോകാറായില്ലേ മകളെ? രാത്രി ഉദ്യാനത്തിൽ ഒറ്റയ്ക്കിരുന്ന് പാടാൻ ഒരു സുഖം തോന്നി അച്ഛാ. അന്തപ്പുരത്തിലെ ഉദ്യാനത്തിൽ നിന്ന് പാട്ട് പാടുകയും സ്വപ്നം കാണുകയും ചെയ്യുന്ന നമ്മുടെ മകളെ ഓർത്ത് അച്ഛനെ ഭയപ്പെട്ടിരിക്കുന്നു മകളെ. എന്റെ മകളെ പറ്റി അച്ഛൻ ഏറെ പ്രതീക്ഷകളുണ്ട്. അച്ഛാ, ഞാൻ പറയുന്നത് എന്റെ മകൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഒരു രാജകൊട്ടാരത്തിലെ അന്തപ്പുര റാണിയാവേണ്ടതാണ് നീ. അത് നീ മറക്കരുത്. മനസ്സിലുള്ളത് മുളയിലെ നുള്ളിക്കളയുന്നത് നമ്മുടെയും ഈ രാജകുടുംബത്തിന്റെയും അന്തസ് നിലനിർത്തുന്ന നിലവും. ഞാനൊരു സാധാരണ പുരുഷനെ സ്നേഹിച്ചു പോയി. അച്ഛൻ അതുകൊണ്ട് കൂടുതലൊന്നും പറയണ്ട. ഒരു രാജകുമാരി ഒരു സാധാരണക്കാരനെ ഇഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് മേലിൽ അത്തരം തെറ്റുകൾ ആവർത്തിക്കരുത്. അച്ഛാ, എന്നെ ധിക്കരിക്കാനാണ് ഭാവമെങ്കിൽ നീ മകളും ഞാൻ അച്ഛനുമായിരിക്കില്ല. ഓർമ്മയിരിക്കട്ടെ. ആരെവിടെ? സേനാധിപതിയെ കൂട്ടിക്കൊണ്ടുവരൂ. ഉത്തരവ്. അടിയൻ എന്തായി? ഇവിടെ ഞാൻ ത്രിവിക്രമനെ കൂട്ടിക്കൊണ്ടുവരാൻ ആളയച്ചിട്ടുണ്ട്. ധിക്കാരി. കാര്യാലോചനാ മണ്ഡപത്തിലേക്ക് എഴുന്നള്ളാൻ സമയമായി. ഇന്ന് നാം കാര്യാലോചനാ മണ്ഡപത്തിലേക്ക് വരുന്നില്ലെന്ന് അറിയിച്ചേക്കും. കൽപ്പന പോലെ. ആരുടെയും കൽപ്പന അനുസരിച്ചല്ലല്ലോ ഞാൻ അങ്ങയെ സ്നേഹിച്ചത്. എന്നെ നീ രാജകുമാരിന്ന് വിളിക്കാനും പാടില്ല. ഞാൻ ആശിക്കാൻ പാടില്ലാത്തതായിരുന്നു. എന്നെ മറന്നേ പറ്റൂ. രാജകൽപ്പന ലംഘിക്കാനാവില്ലല്ലോ. ഞാനൊരു രാജകുമാരി ആയതുകൊണ്ടല്ലേ ഭയം? എനിക്കിനി രാജകുടുംബവുമായി ഒരു ബന്ധവുമില്ല. എന്നെ ഞാൻ ഉപേക്ഷിച്ചു കഴിഞ്ഞു. രാജകുമാരി അല്ല, സേതുലക്ഷ്മി. ഇനി ഞാൻ വെറും സേതുലക്ഷ്മിയാണ്. നമുക്ക് സാധാരണക്കാരെ പോലെ ജീവിക്കാം. രാജകുടുംബത്തിൽ ജനിച്ചാലും ഞാനും ഒരു സ്ത്രീയാണ്. ഇഷ്ടപ്പെട്ട പുരുഷനോടൊപ്പം ജീവിക്കാൻ എനിക്കും ആശയില്ലേ? വരൂ, ഇപ്പൊ തന്നെ നമുക്ക് ഇവിടെ നിന്ന് പോകാം. ഇവിടെ നിന്ന് രക്ഷപ്പെടാം. വരൂ. എന്താ ഒന്നും വേണ്ടാത്തത്? എന്താ അത്ര ആലോചിക്കാനുള്ളത്? രാജകുമാരി അല്ല, സേതുലക്ഷ്മിയാണ്. ലക്ഷ്മി എന്ന് വിളിക്കൂ. എന്നെ ലക്ഷ്മി എന്ന് വിളിക്കൂ. എന്നെ എവിടെ നിന്ന് രക്ഷപ്പെടുത്തൂല്ലേ? പറയൂ. എന്നോട് ഇഷ്ടമല്ലേ? ലക്ഷ്മി. അതറിഞ്ഞു. നിഷ്കളങ്കയായ അവൾക്ക് മറ്റൊന്നും ആലോചിക്കാനായില്ല. അവൾ ആ കാണുന്ന വെള്ളച്ചാട്ടത്തിൽ ജീവനൊടുക്കി. അവളുടെ ഓർമ്മയ്ക്കായി ആ രാജാവ് തീർത്ത സ്മാരകത്തിന്റെ അവശിഷ്ടമാണ് ആ കൽമണ്ഡപം. കഷ്ടമായി പോയി. അതുകൊണ്ട് എന്തു പറ്റി? രാത്രിയിൽ ആണുങ്ങൾക്ക് വഴി നടക്കാൻ പറ്റില്ലെന്നായി. ഏതായാലും ആ കടമറ്റത്തച്ഛനെ കണ്ട് കാര്യം പറഞ്ഞാലോ? കുഞ്ചമൻ പോറ്റിവരെ നോക്കിയതാണ് മക്കളെ. രക്ഷ പോരാ, രക്ഷയില്ല. അത്രയ്ക്ക് ശല്യമോ ആ യക്ഷിയെ കൊണ്ട്? അതെ അച്ചു, പകല് പോലും ആ കാട്ടിൽ കൂടി ആരും നടക്കാറില്ല. ഓഹോ.
എന്താ ഇവിടെ? അതെന്താ അങ്ങനെ ചോദിച്ചത്? ഇവിടെ ആർക്കും വന്നുകൂടെ? ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ആർക്കും എപ്പോഴും ഇവിടെ വരാം. ഞാനും കൂടെ വരട്ടെ? ഒറ്റയ്ക്ക് പോകാൻ പേടിച്ചിട്ട് ഞാനിവിടെ മടിച്ചു നിൽക്കുകയായിരുന്നു. വന്നോളൂ. ഒന്ന് പതിയെ നടക്കുന്നേ. എന്തിനാ അത്ര ധൃതി? നമ്മൾ രണ്ടുപേരില്ലേ? നമുക്ക് വല്ലതും മുണ്ടിയും പറഞ്ഞൊക്കെ പോ. കയ്യിൽ ചുണ്ണാമ്പുണ്ടോ? ഉണ്ടല്ലോ. ഒന്ന് മുറിക്കിയാൽ നടക്കാനൊരു രസമുണ്ടേ. എഴുന്നേൽക്കൂ. കൂടെ നടന്നോളൂ. അമ്മച്ചി, അമ്മച്ചി. അച്ഛനോ? അച്ഛനും എവിടെ പോയിട്ട് വരുന്നു? ഞാനൊന്ന് കായംകുളം വരെ പോയി. ഇതേതാ ഈ കൊച്ച്? അമ്മച്ചിക്ക് തുണയ്ക്ക് ആരുമില്ലെന്ന് പരിഭവം പറഞ്ഞു തുടങ്ങിയിട്ട് നാള് കുറെ ആയല്ലോ. ഇവൾക്ക് ബന്ധുക്കൾ ആരുമില്ല. അമ്മച്ചിക്കൊരു കൂട്ടായിട്ട് ഇവിടെ നിർത്താം. ഇതിനെ കണ്ടിട്ട് ഏതോ നല്ല വീട്ടിലെ കൊച്ചിനെ പോലെയുണ്ട്. നിങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞിവിടെ ഇരിക്കൂ. ഞാനൊന്ന് കിടക്കട്ടെ. അച്ഛനും വിശ്രമിച്ചു. മോളെ, അമ്മച്ചിക്ക് നാട്ടു വർത്താനം പറഞ്ഞിരിക്കാൻ ഒരാള് വേണം. അത്ര അങ്ങോട്ട് നാളെ നിന്റെ തലയിൽ കണ്ട ഒരാണയല്ലേ? എന്റെ കർത്താവ്, ഇതെങ്ങനെ കറച്ചു കയറിയടി? വല്ലാതെ വേദനിക്കുന്നു അമ്മച്ചി. അതെങ്ങനെങ്കിലും ഒന്ന് എടുത്തു തരൂ. അന്യായം. ഞാനിത് എടുത്തു തരാം മോളെ. എനിക്ക് വല്ലാത്ത മനക്കെട്ടി തന്നെ. എന്ത് വലിയ ആനയാ.
വാഴയില മുറിച്ച് തരാമോ? വാഴല്ലേ? അതെ, തരാലോ. അയ്യോ അച്ഛോ, എന്നെ ഉപദ്രവിക്കല്ലേ. ഞാൻ പറയുന്ന അനുസരിക്കാമെന്ന് നിനക്ക് ഉറപ്പ് തരാമോ? ഞാൻ ഇവിടെ വിട്ട് പൊയ്ക്കൊള്ളാം. പാടില്ല. വിട്ടാൽ നീ വീണ്ടും ആളുകളെ ഉപദ്രവിക്കും. ഇല്ല അച്ഛോ, ഞാൻ ആരെയും ഒന്നും ചെയ്യില്ല. എന്നെ അനുസരിച്ചാൽ നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ ഈ നിമിഷം നിന്നെ ഞാൻ നശിപ്പിക്കും. ഗതി കിട്ടാത്ത ഒരാത്മാവാണ് അച്ഛോ ഞാൻ. പറയൂ, ഈ നിമിഷം നിനക്ക് നശിക്കണോ, അതോ ആയിരങ്ങൾ പൂജിക്കുന്ന രീതിയിൽ നിനക്കിവിടെ കൂടിയിരിക്കണോ? അനുസരിക്കാം. പക്ഷേ ആണ്ടിൽ ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് സ്വതന്ത്രമായി നടക്കാനുള്ള അനുവാദം തരണം. ശരി, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇനിയല്ല അച്ഛന്റെ ഇഷ്ടം. തിരുമേനി, ആ പാതിരി നമ്മെ ഇരുത്തുന്ന ലക്ഷണമുണ്ട്. മന്ത്രതന്ത്രങ്ങൾ കൊണ്ട് എന്ത് അത്ഭുതവും കാട്ടുന്ന നമ്മെ കൊണ്ടാവാത്തവർ ആ കപ്പലാക്ക് എങ്ങനെ കഴിയൂന്ന് നമ്മുടെ സംശയം. ഇനി എച്ചിയെ കപ്പനാര് പിടിച്ചു കിട്ടിയെന്ന് പറയുന്നത് നാളെ ആയിരിക്കുമോ തിരുമേനി? കപ്പലാർ അവളെ ആവാഹിച്ചു, പരയന്മാർക്കാവിൽ ഇരുത്തുകയും ചെയ്തു. എന്ന രക്ഷത്തിനെ വരെ താത്തിട്ടുള്ള നമുക്ക് ഒരു ക്ഷീണായി. അതെ, ക്ഷീണായി. കപ്പലാരെ നമുക്ക് ഇല്ലത്തേക്കൊന്ന് ക്ഷണിക്കണം. അവിടെ വെച്ചൊരു പാഠം പഠിപ്പിച്ചാലേ നമ്മുടെ മനസ്സിലൊരു സ്വാസ്ഥ്യം കിട്ടൂ. നടന്നോ? നടന്നോളൂ. അല്ല, തിരുമേനിയോ എന്താ ഈ വഴിക്ക്? നാം അങ്ങോട്ട് പുറപ്പെട്ടതായിരുന്നു കത്തനാരെ ഒന്ന് കാണാൻ. എന്താ വിശേഷം? ഇല്ലത്തേക്കൊന്ന് വരണം, നമ്മുടെ അതിഥിയായി. അതിനെന്താ, ഒരു ദിവസം ഞാൻ വരാം. അതിന് കാര്യസ്ഥനയച്ചാൽ മതിയായിരുന്നു. നോം തന്നെ വന്ന് ക്ഷണിക്കുന്നതല്ലേ മര്യാദ. ഏതായാലും ക്ഷണം ഇവിടെ വെച്ച് മതി. ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. എങ്കിൽ നോ പുറപ്പെടുന്നു. എന്താ ഇത്താത്തിരിച്ചേട്ടന് പതിവില്ലാത്തൊരിളക്കം? ഇളക്കോ? എന്തിളക്കം? അല്ല, ഒരു മാതിരി ഒരു ഇളക്കം. ഞാനിനി എല്ലാ പ്രകാരം ആര് എന്റെ ഏരിയാന്ന് നീ എന്നെ ആകെ ഇളക്കിയിട്ടിരിക്കുകയല്ലേ? അല്ല, നിനക്ക് പുരയിടം വാങ്ങാൻ പണം വേണമെന്ന് പറഞ്ഞിരുന്നല്ലോ. പറഞ്ഞു. ഓ, പറഞ്ഞല്ലോ. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെ? എവിടെ? ഇവിടെ 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 എടുക്കൂ നീ. എടുക്കൂ നീ. എടുക്കാം. തരൂ. തരാം. തരൂ നീ. തരാവല്ലേ? എപ്പോ? ഇപ്പൊ തരാമെന്ന്. ഇപ്പൊ തരൂ നീ. ക്ഷമിക്കൂ. തരാമെന്ന് പറഞ്ഞാ ഞാൻ തരും. ഇത് അച്ഛന്റെ പെട്ടിയിൽ സൂക്ഷിച്ചു വച്ചിരുന്ന അയ്യോ കർത്താവ്. അതെ, കർത്താവ് പറഞ്ഞു. ഞാനതെടുത്ത് വാ വാ പിടിച്ചോ, പിടിച്ചോ. എനിക്കിതിന് ഒരു പങ്കില്ലേ. എല്ലാം ഈ കാണാണെന്റെ പണിയാണ്. എന്തോ കൊണ്ടുപോടോ തന്റെ പണം. കൊണ്ടുപോകാൻ വിട്ടു. വിട്ടല്ല. അയ്യോ പോയോ? എന്റെ അച്ഛോ, എനിക്കിതിന് ഒരു പങ്കുമില്ലേ.
തിരുമേനി 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 അച്ഛൻ വേണ്ടേ തുഴയില്ലാണ്ട് വള്ളത്തെ വരുന്നു ഇങ്ങോട്ടാ വരുന്നെന്നാ തോന്നുന്നേ. ഓ കത്തനാരുടെ വള്ളം തുഴയില്ലാതെ പുഴയിൽ കൂടെ വരുന്നോ? ആ നമ്മൾ ഇരുത്താനാണല്ലോ ഭാവം. എങ്കിലൊരു പാഠം പഠിപ്പിക്കല്ലേ? താനീ ഇരിപ്പടങ്ങളല്ല ഉള്ളിലോട്ടം എടുത്തോളോ. അറിയാമോ യാത്ര സുഖമായിരുന്നു അല്ലേ? ഇത് ഒരു യാത്രയെന്നൊക്കെ പറയാനുണ്ടോ? ഓഹോ, അപ്പോ ചില്ലറ വിദ്യകളൊക്കെ കയ്യിലുണ്ട് അല്ലേ? ഇരിപ്പിടം കണ്ടില്ല. ആരാണാവോ സേവാമൂർത്തി? ദൈവത്തിൽ മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. പിന്നെ ഒരു യക്ഷിയെ ആവാഹിച്ചെന്നോ കവർച്ചക്കാരെ മന്ത്രിച്ചോടിച്ചെന്നോ ഒക്കെ കേട്ടു. അങ്ങനെയൊന്നുമില്ല. ദൈവികമായ ഒരു കഴിവ് അത്രമാത്രം. ഓഹോ, ദൈവീകമാണ് അല്ലേ നമ്മുടെ മൂർത്തി? ചത്തന. ഇവിടെ വേറെ ആരുമില്ലേ? അന്യജാതിക്കാരുടെ മുമ്പിൽ അകത്തുള്ളവർ വരാറില്ല. ഓ, അങ്ങനെ ഉണ്ടല്ലോ. കുറച്ച് കുടിക്കാനെന്തെങ്കിലും? തിരുമേനി ആരെയും വിളിച്ചു എന്ന് തോന്നി. കസനക്ക് ദാഹിക്കുന്നു. നാളെ എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കണ്ടേ? അല്ല പാലായാലെന്താ ആകാലോ അല്ലേ? അല്ല തിരുമേനി ഈ പാലൊക്കെ ഇപ്പോ ഈ പശു എന്താണോ എന്ന് പറയുന്നേ? തുറന്നിട്ട് പറഞ്ഞേ. പാല് പശുക്കുട്ടി കുടിച്ചെന്നാ തോന്നേ. ആ കറന്നില്ല. നാളെ കിടക്ക് മറന്നു. ഇനിയിപ്പോ എന്താ ചെയ്യുക? കറന്നില്ലെങ്കിൽ ഇപ്പൊ എന്താ ചെയ്യുക? പശുവിനെ കറക്കാതെ എന്തായാലും പാല് കിട്ടില്ലല്ലോ. തിരുമേനി പാല് കുടിക്കുന്നോ? അങ്ങ് കഴിക്കുന്നില്ലെങ്കിൽ എനിക്കും വേണ്ട. നമ്മോട് നേരിടാൻ തന്നെ തീരുമാനിച്ചു. എന്താ? എനിക്ക് അങ്ങയോട് ഒരു മത്സരഭാവവുമില്ല. അങ്ങയുടെ ആതിഥ്യ മര്യാദ അസലായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ തന്നെയാണോ എല്ലാവരോടും? അതോ എന്നോട് എന്തെങ്കിലും പ്രത്യേകിച്ച് സ്നേഹം വല്ലതുമുണ്ടോ? ശരിയാ, ഞാൻ ഇറങ്ങുന്നു തിരുമേനി. ഇനി മറ്റൊരവസരത്തിലാകാം. കടത്ത് വരെ നാമുണ്ടാ. ആയിക്കോട്ടെ. എന്റെ വള്ളം കാണുന്നില്ലല്ലോ തിരുമേനി. കാണുന്നില്ലേ? അതായിരിക്കുന്നു. അത് തന്നെയാണെന്ന് നോക്കൂ. വെള്ളത്തിൽ കിടന്നത് മരത്തിന്മേലോ? എനിക്ക് പോകാൻ ധൃതിയുണ്ടല്ലോ. ഇവിടെ മരത്തിന്മേൽ കയറാൻ ആളില്ലല്ലോ. ഞാൻ കയറി വള്ളമിറക്കണമെന്നാണോ തിരുമേനിയുടെ ഉദ്ദേശം? ഇതൊക്കെയുണ്ടെങ്കിൽ അതല്ലേ ചെയ്യാനാവൂ. എങ്കിൽ ഈ മരത്തിന്മേലിരിക്കുന്ന വള്ളമിറക്കുന്നത് ഞാനായിരിക്കില്ല. ഇല്ലത്തെ അന്തർജനങ്ങളായിരിക്കും. അത്രയ്ക്ക് കഴിവോ? ദാ വന്നല്ലോ. എന്ത്? നമ്മുടെ താത്തിരിക്കുട്ടിയോ? അരുത്, താഴത്തെ മരുന്നെത്തോ. കത്തിനായി തന്നെ അവമാനിക്കരുത്. ഇപ്പോ തിരുമേനിയുടെ ധാത്രിക്കുട്ടിക്ക് വസ്ത്രമുണ്ട്.
മരത്തിൽ കയറി വള്ളം ഇറക്കാൻ നേരം അർത്ഥനഗ്നായിക്കോട്ടെ. എന്താ? അയ്യോ പാപ്പ പാപ്പ ക്ഷമിക്കുക. കുഞ്ചരൻ പ്രമാണന്റെ മാനം കളയരുത്. നമുക്ക് താങ്കളുടെ കഴിവ് ബോധ്യായി. വേലാൽ നാം തമ്മിൽ ചെയ്യുന്നവരായിരിക്കും. ആയിക്കോട്ടെ. മകനെ, നമ്മുടെ വിശ്വാസങ്ങൾക്കെതിരാണ് മായാജാലവും മന്ത്രവാദവും. താനത് ഒരിക്കലും പഠിക്കാൻ പാടില്ലായിരുന്നു. വേണമെന്ന് വിചാരിച്ചല്ല തിരുമേനി ഞാനതെല്ലാം പഠിച്ചത്. സർവശക്തനായ ദൈവത്തിൽ മാത്രമേ നാം വിശ്വസിക്കുന്നുള്ളൂ. മറ്റൊരു ശക്തിക്കും നാം അടിമയാകരുത്. അടിമപ്പെടുന്നവൻ സത്യക്രിസ്ത്യാനി അല്ല. സത്യവിശ്വാസങ്ങൾക്കെതിരായി ഞാൻ ഇതുവരെ യാതൊന്നും ചെയ്തിട്ടില്ല തിരുമേനി, ചെയ്യുകയുമില്ല. മാന്ത്രിക ശക്തി കൊണ്ടല്ലേ താൻ ലക്ഷ്യം നേരിട്ടത്? എന്റെ ആളുകളെ രക്ഷിക്കാൻ അതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു തിരുമേനി. എന്തായാലും ശരി, അത്തരം പ്രയോഗങ്ങൾ ഇനി പാടില്ല. എന്തെങ്കിലും നന്മയ്ക്കില്ലാതെ, മറ്റുള്ളവരുടെ രക്ഷയ്ക്കില്ലാതെ എനിക്ക് വേണ്ടി ഞാൻ മന്ത്രവിദ്യ ഒരിക്കലും പ്രയോഗിക്കുകയില്ല. ഇത് സത്യം, സത്യം, സത്യം. ആമീൻ. എന്താ നമ്മൾ തേടി വന്ന പൗലോസിനെ ഞാൻ കണ്ട്. ആ നാട്ടുവഴിക്ക് പള്ളിയിലേക്ക് പോകണം. ആ പള്ളിയുടെ അപ്പുറം എവിടെയായാലും നിങ്ങളെ പിടിക്കാം. എന്തെങ്കിലും നന്മയ്ക്കില്ലാതെ, മറ്റുള്ളവരുടെ രക്ഷയ്ക്കില്ലാതെ എനിക്ക് വേണ്ടി ഞാൻ മന്ത്രവിദ്യ ഒരിക്കലും പ്രയോഗിക്കുകയില്ല. എന്റെ മാർഗം തെറ്റായിരുന്നെങ്കിൽ അറിയാതെ വന്നുപോയ പിഴകൾക്ക് എന്നോട് പൊറുക്കണമേ. അവിടുത്തെ തൃപ്പാദങ്ങളിൽ ഞാൻ അഭയം തേടുന്നു. പിതാവേ, അങ്ങേ ഞാൻ ഒരിക്കലും തള്ളിപ്പറഞ്ഞിട്ടില്ലല്ലോ. എന്നിട്ടും എന്റെ പാതയിൽ ചെന്നായി കൂട്ടങ്ങളും അങ്ങ് എന്നെ കൈപിടിയരുതേ. സ്വർഗസ്ഥനായ പിതാവേ, എന്നെ രക്ഷിക്കില്ലേ?